ഈ ദിവസങ്ങളിൽ In these days, ദൈവത്തിൻ്റെ ആലയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വാസസ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. we are studying about the temples of God, otherwise the habitations of the God. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ The temple of God means, ഗാത്രമത്രേ ക്ഷേത്രം എന്നൊരു പൂർവികർ പറയാറുണ്ട്. in Proverbs says, it is not a travel, it is a temple. നമ്മുടെ ഹൃദയം ക്ഷേത്രമാണ്. Our heart is a temple. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൃദയം അല്ലെങ്കിൽ മനസ്സ്. The God wants to dwell in our heart or in our mind. ഒരുപക്ഷെ നാം ചിന്തിക്കും, ദൈവം ഈ 800 കോടി മനുഷ്യരിൽ എങ്ങനെ വസിക്കും? How can a God can live with a man? ഇപ്പോൾ 800 കോടി മനുഷ്യരോളം ലോകത്തിലുണ്ട്. 800 കോടി മനുഷ്യർ. There are 800 crore people are living in this world. അപ്പോൾ ഈ മനുഷ്യരുടെ ഹൃദയത്തിലെല്ലാം ദൈവത്തിന് തനിത്തനിയായി വാസം ചെയ്യാൻ കഴിയുമോ? How can the God can live all these 8 crore thousand peoples? മനുഷ്യനെ സംബന്ധിച്ച് 800 പേരുടെയും കൈരേഖ വ്യത്യസ്തമാണെന്നാണ് കാണുന്നത്. All these peoples, the hand, the palm is different. അത് പണ്ടേ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. It is written earlier യോബിൻ്റെ പുസ്തകം in the Job 37 അധ്യായത്തിൻ്റെ 37th chapter, 7 വാക്യം വായിച്ച് 7th verse we can read. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. ഇംഗ്ലീഷ് വായിച്ച്. He sealeth up the hand of every man, that all men may know his work. സകല മനുഷ്യരുടെയും കൈരേഖ മുദ്രയിടുകയാണ്. God has sealed the hands of every ഇംഗ്ലീഷിൽ man. പറയുമ്പോൾ സീല്. Seal. ഇന്ന് അത് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. Now the science has proved it. 800 കോടി മനുഷ്യരുടെയും കൈരേഖ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ വ്യത്യസ്തമാണ്. All these 800 crore people's thumb impressions are അത് different. തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഒരു അത്ഭുതമല്ലേ? That is a miracle of the creation of God. ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യന്റെ തമ്പ് കൈരേഖയുടെ മറ്റൊന്നിന് സാമ്യമില്ല. One thumbprint of a person is different from others. അപ്പോൾ ഈ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യൻ എത്രമാത്രം ഗ്രഹിച്ചിരിക്കണം? How much more we have to understand the plan of God. മനുഷ്യനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതിയെ The plan about the God, നാം കഴിഞ്ഞ ദിവസം മുതൽ പഠിച്ചു വരികയാണ്. we are learning all these days. അതിൽ ഒന്നാമത്തെ പാർട്ട് ഇന്നലെ നാം കുറെ സംസാരിച്ചു. The first part we have seen yesterday. പുതിയ ആളുകളും വന്നിരിക്കുന്നുണ്ട്. Some of the new peoples come today. ചില ഭാഗങ്ങളൊന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. I want to repeat some of the things. നമുക്കറിയാം, ദൈവത്തിന്റെ സൃഷ്ടിയിൽ In the creation of the God, ആദ്യമായിട്ട് നാം കാണുന്ന അനാദി എന്ന വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. we can see an everlasting. ആ അനാദിക്ക് അപ്പുറം അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ആദിയിൽ, ദൈവം സൃഷ്ടി തുടങ്ങുമ്പോൾ ആദിയിൽ കാണുന്നു. In the beginning, God is created. അതിനുശേഷം സൃഷ്ടി ആരംഭിക്കുമ്പോൾ After the creation has started, ഏദനിൽ നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം ഏദൻ തോട്ടത്തിലെ അവസ്ഥകളെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. we have seen about the condition of the Eden garden. അവിടെ എത്രയോ കാലങ്ങൾ മനുഷ്യൻ വസിച്ചെന്ന് നമുക്കറിയില്ല. How many years the man has lived in Eden, we don't know. മനുഷ്യനെ ജീവനുള്ളവനായി സൃഷ്ടിച്ചു. God has made him as alive. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ശ്വാസം ഊതിയപ്പോൾ God has breathed his breath in the nostrils of the ജീവനുള്ള man. ദേഹിയായി മാറി. He became an alive. എന്നാൽ ജീവനുള്ള ദേഹിയായ മനുഷ്യൻ After he became alive, ഇനി അറിവിൽ വളരേണ്ടിയിരിക്കുന്നു. he has to grow in the knowledge. മനുഷ്യരെല്ലാവർക്കും ജീവനുണ്ടെങ്കിലും We all have the living. അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അഭിവാജ്യ ഘടകം അത് നോളജ്. The knowledge is an important part of his personality. അതുകൊണ്ടാണ് ആ ജ്ഞാനത്തിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിച്ചത്. That's why God wants to grow in that knowledge. അതിനായിട്ട് എന്ത് ചെയ്തു? For what God has done, ഇന്നലെ നാം പറഞ്ഞതുപോലെ as we seen yesterday, ദൈവം ഒരു വർഷത്തെ സൃഷ്ടിച്ചതിന് ശേഷം after he created, അതിനെ നന്മയും തിന്മയും ടീച്ച് ചെയ്യാൻ ആരംഭിച്ചു. he wants to teach them the good and evil. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ As we go further, അത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കറിയില്ല. we don't know how many years has നാം passed ഇതിലെ by. കേട്ടതുപോലെ ദൈവത്തിന്റെ വചനം പറയുന്നത് 1000 സംവത്സരം ഒരു ദിവസം പോലെ എന്നാണ്. The word of God says 1000 years is one day for him. അപ്പോൾ മനുഷ്യന്റെ കണക്കൂട്ടലും ദൈവത്തിന്റെ തമ്മിൽ വളരെ വ്യത്യാസമാണ്. Our calculation, God's calculation is different. 1000 സംവത്സരം ഒരു ദിവസം പോലെ. 1000 years is one day. അങ്ങനെ ഏതൊരു തോട്ടത്തിൽ എത്ര കാലങ്ങൾ കഴിഞ്ഞ് നമുക്കറിയില്ല. We don't know how many years they lived in പക്ഷേ Eden garden. എക്സാമിനേഷൻ വന്നപ്പോൾ, When the examination came, അതിന്റെ എക്സാമിനറുടെ പരീക്ഷയിൽ അവർ തോറ്റുപോയി. they have failed in that exam. സാധാരണ നമുക്കറിയാമല്ലോ, തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കാൻ നോക്കില്ല, വെളിയിൽ പോയി ട്യൂട്ടോറിയൽ പഠിച്ചോണം. Yes, we know if somebody failed, we cannot continue in that അങ്ങനെ school മനുഷ്യൻ the tutorial. തോട്ടത്തിൽ നിന്ന് വിട്ട് അവനെ ലോകത്തിലേക്ക് അയക്കാൻ വിട്ടു. God has sent them from the garden to the world അതെന്തിനാ? അവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. to teach him, അവൻ പഠിക്കാത്ത ലെസൺസ് പഠിക്കണം. because he has to learn the lesson he failed. ഇവിടെയും അധ്വാനിക്കായിരുന്നു, അവിടെ അധ്വാനിക്കായിരുന്നു. He labored here as well as there. അന്ന് മണ്ണിൽ അധ്വാനമല്ലാതെ IT ഫീൽഡൊന്നും ഒന്നും ഇല്ലല്ലോ. There is no labor.
ആ അല്ല IT ഫീൽഡൊന്നുമില്ല. It is not an IT field, it is just a labor. അതുകൊണ്ട് അവിടെ അവൻ പണി ചെയ്ത് ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. He has to do the cultivation and live there. അപ്പോൾ ആ അനുഭവത്തിലേക്ക് അവൻ വീണ്ടും വരണം. To bring back that condition, ഇപ്പോൾ രണ്ട് കാര്യത്തിൽ അവൻ ഫെയിലറായി. he failed in two subjects. ഒന്ന് ഫെയ്ത്ത്, One, faith, ദൈവത്തിലുള്ള വിശ്വാസം. in the faith of the God, രണ്ട് അനുസരണക്കേട്. and disobedience. ഇതായിരുന്നു അവൻ തോറ്റുപോയ വിഷയം. These two subjects he failed. അത് ഏത് സെമസ്റ്ററിലാണ് തോന്നുന്നത് എനിക്കറിയില്ല. We don't know in which ഏതായാലും അത് semester, ഹരിയേഴ്സ് ആയിട്ട് കിടക്കുകയാണ്. but it is just an arrears. ഈ ഹരിയേഴ്സ് എഴുതിയെടുക്കാൻ He has to take this arrears. 4000 വർഷങ്ങളോളം വേണ്ടി വന്നു. It took 4,000 years. 4000 വർഷങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. He has to wait for 4,000 years. അതുകൊണ്ടാണ് 4000 വർഷങ്ങൾക്ക് ശേഷം യേശു ഭൂമിയിൽ വരുമ്പോൾ After 4,000 years, when Jesus came to the world, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ in Mark we read 16:16 16 of Mark. വായിച്ചേ. ഇല്ല 16:16 മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. ഇതാണ് അവരുടെ ഹരിയേഴ്സ് എന്ന് പറയുന്നത്. This is the arrears. മനുഷ്യൻ തോറ്റതായ രണ്ട് വിഷയം. The two subjects man failed. ഒന്ന് ദൈവത്തെക്കുള്ള വിശ്വാസം അവന് നഷ്ടപ്പെട്ടു. One, he lost the faith in God. രണ്ടാമതായി ദൈവത്തെ അനുസരിക്കുന്ന കാര്യം തെറ്റിപ്പോയി. Secondly, he disobeyed God. അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റാണ് ഇനി അവൻ എഴുതിയെടുക്കുന്നത്. Now he has to take these two subjects. അതുകൊണ്ടാണ് യേശു വന്ന് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. That's why Jesus told, you believe and you take baptism and you വിശ്വസിക്കുക എന്ന് saved. പറയുന്നത് വീണ്ടും സാത്താനെ വിശ്വസിച്ചിരുന്നവർ വീണ്ടും ദൈവത്തിലേക്ക് വരേണ്ടി വരും. Believing means that you believe Satan and now you have to അതാണ് turn and believe Jesus. മനത്തിരിമ്പൽ, മാനസാന്തരം എന്ന് പറയുന്നത്. That's called repentance. മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണം. You have to repent and come back. വീണ്ടും അനുസരിക്കണം. Again you have to obey. ആ അനുസരണമാണ്, ആ ഒബീഡിയന്റ് ആണ് ഈ പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് നിങ്ങൾ തിന്നരുത്. Obedience is that you should eat the fruit of this tree. പറിക്കരുന്ന് പറഞ്ഞിട്ടില്ല. He didn't ask them to pluck പിള്ളേർ it. പറയുന്നത് അതെടുത്തിട്ട് വോളിബോൾ കളിക്കുകയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയോ ചെയ്യാം. They can play with that പക്ഷെ fruit, തിന്നരുന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. but only you should not eat it. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, ആ സ്ത്രീ തുടരുന്ന് പറഞ്ഞു. But that woman told that you don't touch this fruit. അത് അധികം പ്രസംഗമാണ്. A little bit higher she told. അവിടെയാണ് പാവം പ്രവേശിക്കുന്നത്. Where the sin entered വാക്കിന്റെ പെരുപ്പത്താൽ. because of the highness of the words. അതുകൊണ്ട് പാവം പ്രവേശിച്ചു. That sin entered there. അപ്പോൾ സാത്താന്റെ ആ സ്പിരിറ്റ് അവരിൽ വ്യാപരിക്കാൻ The spirit of Satan entered into them. ഓട്ടോമാറ്റിക്കലി ദൈവത്തിലുള്ള വിശ്വാസം പോയി. So they lost the faith in the God. ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം ഈ പുതിയ ട്യൂട്ടറിനെ അനുസരിക്കാൻ തുടങ്ങി. Without obeying God, they started obeying അതുകൊണ്ടാണ് Satan. വീണ്ടും രക്ഷകനായ യേശു ക്രിസ്തു വന്ന് That's why the Savior Jesus നിങ്ങൾ Christ വിശ്വസിക്കുക, asked to believe. ദൈവത്തെ വീണ്ടും വിശ്വസിക്കുക. Believe God. അതിനൊന്നാമത് മാനസാന്തരപ്പെടണം. After that you have to നിങ്ങൾ repent. ചെയ്ത തെറ്റിനെ കുറിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടും ദൈവത്തിലേക്ക് തിരിയണം. You have to repent about your sins and to come back to God. അതിനുശേഷം അനുസരിക്കുക. അനുസരണക്കേടിന് പകരമാണ് സ്നാനം വെച്ചിരിക്കുന്നത്. After that you have to obey. Instead of obey, there is a baptism. വെള്ളത്തിൽ സ്നാനപ്പെടുക. You have to get baptism in the water. സ്നാനം, ആ ഒരു സത്യം എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുണ്ട്. The truth, the baptism of truth, every കാരണം religion is accepting. കഴുകിക്കളയുക. It's about washing. മനുഷ്യൻ അല്ലെങ്കിൽ എവിടെയും കഴുകുന്ന ആ ഒരു കഴുകലിനെ കുറിച്ചാണ്. It's all about the washing. ഇന്ന് കഴിഞ്ഞ ദിവസം പെസഹാ ദിവസത്തിൽ In the Passover, മാർപ്പാപ്പ മുതൽ ഇങ്ങോട്ട് പലരും കാലുകൾ കഴുകുന്നതായിട്ടുണ്ട്. from Pope and all these peoples who are washing their hands. പത്രോസ് പറഞ്ഞു, നീ എന്നെ കഴുകാഞ്ഞാൽ, യേശു പറഞ്ഞു പത്രോസിനോട്, നിന്നെ ഞാൻ കഴുകാഞ്ഞാൽ എനിക്ക് നിനക്ക് എന്നോട് പങ്കുപോകരിയില്ല. Jesus told to Peter, if I didn't wash you, you don't have part of me. അപ്പൊ ഈ കഴുകലിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം അനുസരണമാണ്. The washing means obey. അതാണ് മനുഷ്യന്റെ മടങ്ങി വരുന്ന സമയം. That is the comeback of the man. അപ്പൊ തോട്ടത്തിൽ നിന്ന് വെളിയിൽ പോയ മനുഷ്യനെ A person gone out of the garden, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ തക്കവണ്ണം 4000 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. God, we have to wait for 4,000 years to make this understand. അതിനോട് സദൃശ്യമായിട്ടൊരു ഭാഗം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. We can read this in John 11th chapter. 11-ാം അധ്യായം. അതിലെ ഒരു കുടുംബത്തെ പറ്റി പറയുകയാണ്. We can see a family there. Lazarus, മാർത്ത, മറിയ, Mary ആൻഡ് മാർത്ത. and Martha. ഈ 3 പേരെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. The 3 persons there. വേറെ അവരുടെ പേരൻസിനെ കുറിച്ച് മറ്റാരെ കുറിച്ചും അവിടെ പറയുന്നില്ല. He didn't mention anybody else. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? What they have done. യേശു ആ ഭവനത്തിലേക്ക് ചെല്ലുന്നു.
Jesus went to this house. യേശുവുമായിട്ട് വളരെ ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു കുടുംബം This family has so much connection with Jesus. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അസാന്നിധ്യം ഉണ്ടായി. After some time, there was a vacancy of Jesus ഇപ്പോൾ there. യേശു എത്ര കാലമായിട്ട് അവിടെ വന്നില്ല എന്ന് നമുക്കറിയില്ല. We don't know how many days Jesus didn't go there. പെട്ടെന്ന് ലാസർ മരിച്ചുപോയി. Suddenly Lazarus died. അപ്പോൾ എത്ര ഹാപ്പി ആയിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. The family was very much happy before. യേശു ആ വീട്ടിൽ ചെല്ലുമ്പോൾ When Jesus went there, മാർത്ത ശുശ്രൂഷയ്ക്ക് റെഡി, the Martha was serving him. സെർവ്. രണ്ടാമത് മറിയ The Mary, ദൈവത്തിന്റെ യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് വചനം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. she was listening the words of God at his feet. അപ്പോൾ ലാസർ എവിടെയാന്ന് നമുക്കറിയില്ല. We don't know where was ലാസർ Lazarus. ഉണ്ട്. Lazarus was there. ഇത് മനുഷ്യന്റെ ഒരു നിഴലാണ്. This is a shadow for man. മനുഷ്യന് മൂന്ന് അവസ്ഥയുണ്ട്. There are two phases for man: ദേഹം, ദേഹി, ആത്മാവ്. spirit, soul, and body. അപ്പം ദേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്റ്റീവാണ്, പ്രവർത്തനമാണ്. The body is always active. അത് മാർത്ത അതിനൊരു നിഴലാണ്. Martha, it is as simple as that. ആത്മാവ് ആഗ്രഹിക്കുന്നത് എപ്പോഴും ദൈവത്തോട് വസിക്കാൻ വേണ്ടിയാണ്. And the spirit always want to be with God. അതാണ് ദൈവത്തോട് വസിക്കുന്ന ആത്മാവ്. That is why it is living with God. അത് മറിയയ്ക്ക് സദൃശമാണ്. Each resembles Mary. ലാസർ അണ്ടർസ്റ്റുഡ് ആണ്, അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമാണെങ്കിലും, Even though we couldn't see about Lazarus there, അപ്രത്യക്ഷമായിട്ടിരിക്കുന്നെങ്കിലും even though its appearance is not there, സോളിനെ വെളിപ്പെടുത്തുകയാണ്. it shows the soul. അപ്പം ദേഹം, ദേഹി, ആത്മാവ്. Soul, spirit, on body. ഇവിടെ വേറൊരു സംഭവം, Here there is another incident. ലാസർ മരിച്ചുപോയി. The Lazarus died. ലാസർ മരിച്ചു പോയപ്പോൾ യേശുവിനോട് വിവരം അറിയിച്ചപ്പോൾ When they informed this to Jesus, അവിടെ എഴുതിയിരിക്കുന്നത് they written, യേശു 2 നാൾ അങ്ങോട്ട് തങ്ങിയിരുന്നതാണ്. Jesus stayed 2 days there. ഇത് അറിഞ്ഞിട്ടും യേശു 2 നാൾ തങ്ങിയിരുന്നു. Even though he knew that, he just stayed 2 days there. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, നിനക്ക് പ്രിയപ്പെട്ടവൻ മരിച്ചുപോയി, നീ ഇങ്ങനെ താമസിക്കുന്നത് എന്താ? Disciples asked him, your beloved has already died, why you are യേശു staying പറഞ്ഞു, here? അവൻ മയക്കത്തിലാണ്. Jesus told he's just fainted. അവനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. He is just unconscious now. ഒറിജിനൽ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്? അവൻ അബോധാവസ്ഥയിലായി കിടക്കുകയാണ്. He is unconscious here. മരിച്ചിട്ടില്ല, He is not died. പക്ഷേ മരിച്ചവനെ പോലെ ആയിരിക്കുകയാണ്. He is like ഞാൻ unconscious. അവനെ എഴുന്നേൽപ്പിക്കും. I will raise him. പക്ഷേ ആ 2 നാൾ കഴിഞ്ഞ് വന്ന യേശു After 2 days, Jesus, ഇവിടെ വരുമ്പോൾ അവർ പറയുന്നത്, when he came മാർത്ത here, പറയുന്നു മരിച്ചിട്ട് 4 ദിവസമായി. Martha says he died and it is 4 days ഈ now. 2 നാളെന്ന് പറയുന്നത് 2 days means മനുഷ്യൻ പാപത്തിൽ വീഴുന്ന സമയം നിഷ്കർഷയുമാണ്. the man, when he fell into the sin, is the time of consciousness. ഇന്നസെൻസ് ഏജ് അല്ലേ? Dispensation of the consciousness. അല്ല, ഈ ഒരു നിഷ്പക്ഷമായ ഏജ്, ഇന്നസെൻസ് അല്ലേ? It's a dispensation of the ignorance. അപ്പോൾ ആ കാലങ്ങളാണ്. In those ages, പക്ഷേ യേശു ഭൂമിയിലേക്ക് വരുമ്പോൾ when Jesus came to ഈ this 2 earth, നാൾ കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് 2 കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. there are after 2 ages finished. ഒന്ന് മനസാക്ഷി കാലം. The dispensation of the ഈ consciousness. മനസാക്ഷി കാലത്താണ് ആദാം മുതൽ മോശ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. The dispensation of consciousness means Abraham until Moses. അത് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കാം. We can think about that. അപ്പം അബ്രഹാം മുതൽ അല്ലെങ്കിൽ ആദാം മുതൽ From Adam മോശ വരെയും until ഉള്ള കാലങ്ങളെയാണ് മനസാക്ഷിയുടെ കാലം എന്ന് പറയുന്നത്. this age is called dispensation of the consciousness. ആ കാലങ്ങളിൽ In this time, എല്ലാ ഭക്തന്മാരും every saints, യാഗപീഠം പണിത് they make the ആ altar. യാഗപീഠത്തിലാണ് ബലിയർപ്പിക്കുന്നത്. In that altar they do sacrifice. അബ്രഹാം തനിയെ ബലിയർപ്പിച്ചു, നോഹ അർപ്പിച്ചു, പിന്നെ യോബ് അർപ്പിച്ചു. Abraham, Job and Noah all made ഇവരെല്ലാം a sacrifice. ബലിയർപ്പിച്ചുകൊണ്ടേയിരുന്നു. They all doing this അത് മനസാക്ഷിക്കൊത്തവണ്ണം. according to their conscience. എന്നാൽ മോശ വന്നപ്പോൾ അടുത്ത കാലത്തിലേക്ക് വരികയാണ്. When Moses came, the next dispensation starts. ന്യായപ്രമാണ കാലം. The dispensation of the law. മോശ മൂലമായിട്ടാണ് ന്യായപ്രമാണ കാലം വരുന്നത്. It starts from Moses. ന്യായപ്രമാണത്തിന് ശേഷം യേശു വെളിപ്പെടുമ്പോൾ അത് കൃപയുടെ കാലമായി മാറി. After the law, the grace period starts. ആ കൃപയുടെ കാലത്തിലേക്ക് വരുമ്പോൾ In the dispensation of the grace, ഈ 2 കാലം കഴിഞ്ഞിട്ടാണ്. after these 2 ages finished, മയക്കം പിടിച്ച മനുഷ്യൻ, the man who was fainting, അബോധാവസ്ഥയിലായ മനുഷ്യനെ the man who was in യേശു unconsciousness, ഉയർപ്പിക്കുവാൻ വീണ്ടും Jesus to revive 2 them. കാലങ്ങൾ കഴിയേണ്ടി വന്നു. The 2 ages, മനസാക്ഷ്യം കാലവും ന്യായപ്രമാണ കാലവും. dispensation of the എന്നാൽ conscience. യേശു വരുന്ന സമയത്തിൽ When Jesus came here, വായിച്ച വാക്യം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ when we read in 11th മാർത്ത പറഞ്ഞു, chapter, കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ചു. Martha told 4 days, now it is stinking. 4 ദിവസമായി നാറ്റം വെച്ചെന്നാണ് പറയുന്നത്. 4 days and it's വായിച്ചേ stinking. 39. கல்லை எடுத்து போடுங்கள் என்றான். மற்றவனை சமாதானியாக்கிய பார்த்து மார்த்தாள் அவரை நோக்கி, ஆண்டவரே, இப்பொழுது 4 നാളായി. 4 days now. 4 ദിവസമായി. 4 days. അപ്പൊ 2 നാൾ തങ്ങിയിരുന്ന യേശു 2 days Jesus stayed. സ്വർഗത്തിൽ യേശു തങ്ങിയിരിക്കുന്ന കാലം 2 കാലം.
2 days he stayed in the അതായത് heaven. മനസാക്ഷ്യം കാലം ന്യായപ്രമാണം കഴിഞ്ഞപ്പോൾ. After the dispensation of the conscience and the law, പക്ഷേ യേശു വന്നപ്പോൾ when Jesus came here, മാർത്ത പറയുന്നു 4 ദിവസം. Martha says 4 days. ഇതിന്റെ ആത്മീയവസ്ഥ നോക്കുമ്പോൾ What is the spiritual meaning of it? പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ In Peter's epistle we read, കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം 1000 സംവത്സരം പോലെ എന്നാണ്. the God's one day is 1000 years. 2 പത്രോസിലാന്ന് തോന്നുന്നില്ലേ? കർത്താവിന്റെ ദിവസം ഒരു ദിവസം 1000 സംവത്സരം പോലെയും. For God 1000 years is one day. ആ, എന്താ അതിന്റെ അർത്ഥം? What is the meaning of that? ദൈവത്തിന്റെ കണക്കിൽ കാണുന്ന വർഷം, In the calculation of the God, 1000 വർഷം എന്ന് പറയുന്നത് 1000 years, ഇവിടെ മനുഷ്യന്റെ 1000 വർഷം കർത്താവിന് ഒരു ദിവസം. for the man it is just 1000, it's 1000 years, for 4000 God is വർഷം one day. കഴിഞ്ഞപ്പോഴാണ് യേശു ഭൂമിയിലേക്ക് വരുന്നത്. After 4000 years Jesus came to this world. ആ 4000 വർഷത്തിന്റെ ചരിത്രം The നമ്മൾ history of that ഇന്നലെ കുറച്ച് 4000 നമ്മൾ years, സംസാരിക്കാനിടയായി. we have spoken about that. യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നത് വരെയുള്ള 4000 വർഷത്തിന്റെ ചരിത്രം. The 4000 years history ആദാമിന്റെ വീഴ്ച മുതൽ from the fall of Adam, നമ്മൾ വരുമ്പോൾ കായിൻ, ആബേൽ, സേത്ത് ഇങ്ങനെ വരികയാണ്. Cain, Abel, Seth, it goes on. അതാണ് ഇന്നലെ പറഞ്ഞ പോലെ As we told ആദാം yesterday, മുതൽ നോഹ വരെ from Adam to Noah, ഒരു 1000 സംവത്സരം. almost 1000 years. അപ്പൊ BC 4000 നിന്ന് 3000ലേക്ക് വരികയാണ്. From BC 4000 to 3000. നോഹ വരെ 3000. From until Noah it's 1000. 1000 കഴിഞ്ഞപ്പോൾ 3000 വർഷത്തിലേക്ക് വരുന്നു. Now BC it 3000. comes to 3000. ഇനി നോഹ മുതൽ അബ്രഹാം വരെ From Noah to Abraham, അടുത്ത 10 തലമുറ കാണുന്നുണ്ട്. next 10 generations. അപ്പൊ 2000-ഓളം ആയി. Now it came to 2000. BC 2000 ആയിരിക്കുക. BC 2000. അബ്രഹാമിന്റെ കാലം മുതൽ From Abraham's time ദാവീദിന്റെ കാലം വരെ until the time of അടുത്ത David, 1000 സംവത്സരം. next 1000 years. ദാവീദിന്റെ കാലം മുതൽ From the time of David യേശുക്രിസ്തുവിന്റെ കാലം വരെ until Jesus, അടുത്ത 1000 സംവത്സരം. next 1000 years. ഇതാണ് 4 ദിവസം 4000 എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം. These are 4 days, 4000 years. ഇതിന് ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം For this proof in the Matthew, നാം വായിക്കുമ്പോൾ when we read that, 1:17 വായിച്ചേ. മത്തായി 1:17. 1:17 of Matthew. ഇങ്ങനെ തലമുറവാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 അബ്രഹാം മുതൽ ദാവീദ് വരെ 14. Abraham to David 14 അപ്പോൾ generation. നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. In New Testament it starts from Abraham. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ. Abraham to David 14 years, അടുത്ത. 14 generations. ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14 ബാബേൽ പ്രവാസം വരെ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14. From the David until the captivity of the Babylon 14 years. ആ, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം 14 14. From the captivity of Babylon അപ്പോൾ until 3 Christ പേരുടെ 14. പേര് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 3 persons' name is written അത് there. അതിന്റെ ആ മത്തായിയുടെ സുവിശേഷത്തിന്റെ 1:2 വായിക്കുമ്പോൾ When we read in Matthew, അവിടെ അബ്രഹാമിനെയും ദാവീദിനെയും ക്രിസ്തുവിനെയും എടുത്ത് പറഞ്ഞിട്ട് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 1:1. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് അതല്ലല്ലോ, താഴെ വായില്ലേ. അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ഒരു സ്ഥലത്ത് വെച്ച് നോക്കി നടങ്ങിയിരിക്കുക. വായില്ലേ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ the son of Abraham, വായില്ലേ. ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. യേശു ക്രിസ്തുവിന്റെ വംശാവലി. Jesus, the son of David, his genealogy. അപ്പൊ അബ്രഹാം, From Abraham, ദാവീദ്, David, യേശു ക്രിസ്തു. Jesus. അപ്പൊ ഈ 3 കാര്യങ്ങൾ എടുത്ത് കാണുന്നുണ്ട്. We can see 3 names. അപ്പൊ അത് മനസാക്ഷിയുടെ കാലത്തിലേക്ക് അബ്രഹാം വരുമ്പോഴേ, When it comes to the time of conscience, ഇംഗ്ലീഷ് വായിച്ചു. ഇംഗ്ലീഷ്. The book of generation of Jesus Christ, the son of David, the son of Abraham. സൺ ഓഫ് ഡേവിഡ് ആൻഡ് സൺ ഓഫ് Abraham. എബ്രഹാം. ഇപ്പൊ ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുമ്പോൾ the generation of Christ means അബ്രഹാം, Abraham, ദാവീദ്, David, ക്രിസ്തു. and Christ. ഈ ചരിത്രം വളരെ വ്യക്തമായിട്ട് ബൈബിളിലുണ്ട്. This history is very clearly written ഇപ്പൊ in the Bible. നോഹയുടെ കാലത്തിന് ശേഷം In the time of Noah, നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ the 10th chapter, 2nd verse, ഉൽപ്പത്തി പുസ്തകം 10:2 വരുമ്പോൾ Genesis 10:2, ആ BC 3000-ലേക്ക് കിടക്കുകയാണ്. it enters into the BC 3000. 3000-ലേക്ക് കിടക്കുമ്പോൾ When it enters to BC അവിടെ 3000, നോഹയ്ക്ക് 3 സന്തതികളുണ്ട്. there are 3 boys for 3 Noah. സന്തതികൾ നമ്മൾ കാണുന്നുണ്ട്. The 3 children for Noah. ആരൊക്കെയാണ്? Who are they? ഷേം, ഹാം, യാഫേത്ത്. Shem, Ham, Japheth. ഇവിടെയാണ് ആഗോള മനുഷ്യരുടെ വംശാവലി ആരംഭിക്കുന്നത്. The whole peoples of this world starts. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏത് ജാതിയിൽപ്പെട്ടവരായിരുന്നാലും Any person who belongs to any caste, ഇതിന്റെ എല്ലാം അവരുടെ ഫോർ ഫാദേഴ്സ് നമ്മൾ പഠിച്ചു വന്നാൽ when we read their forefathers, ഈ 3 സന്തതികൾ ഉൾപ്പെടും.
they come to these three persons. നോഹയുടെ മക്കളായ ഷേം, ഹാം, യാഫേത്ത്. The children of Noah, Shem, Ham, Japheth. ഇതാണ് ആ പാലസ്തീൻ പ്രദേശത്തോട് ചുറ്റുപാടും പരന്നു കിടക്കുന്നത്. These are the peoples, they lived around the Palestine area. 10:2 വാക്യം വായിക്കും. യോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നവരുടെ വംശപാരമ്പര്യമാണിത്. ജലപ്രളയത്തിന്റെ മതി, ശേഷം എന്നിവരുടെ വംശപാരമ്പര്യമാണിത്. It is a genealogy of them. ഇനി 10:2 വാക്യം വായിച്ചേ. യാഫേത്തിന്റെ പുത്രന്മാർ യാഫേത്തിന്റെ പുത്രന്മാർ. The sons of Japheth. നമ്മൾ അവിടെ കാണുന്ന പുത്രന്മാരുടെ പേരുകൾ വായിക്കുമ്പോൾ When we read the names of them, ഇതെല്ലാം യൂറോപ്പിൽ കുടിയേറി താമസിച്ചവരാണ്. these are the peoples entered and lived in Europe. ഇന്നത്തെ യൂറോപ്യൻ വംശങ്ങളെല്ലാം തന്നെ All the European races, ഈ യാഫേത്തിന്റെ സന്തതികളായിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. they are the generations of the Japheth. അതിങ്ങനെ പരന്ന ഒരു ഭാഗത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. They all spread and staying there. ഇനി രണ്ടാമത് ഹാമിന്റെ സന്തതികൾ. ഹാം, Generation of the Ham. 10:6 വാക്യം വായിക്കാം. 10:6. ഹാമിന്റെ പുത്രന്മാർ ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, ക്രൂസ്. നോക്കണം, എത്യോപ്യൻ, The Ethiopian, ഈജിപ്റ്റ്, Egyptians, പൂത്ത്, പൂത്ത്, ലിബിയ. Libya. ഈ രാജ്യങ്ങളെല്ലാം എവിടെ വെച്ചിരിക്കുന്നത്? All these countries, where are they staying? ഇതെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. In the African continent. ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇതെല്ലാം. These are all African countries. അതങ്ങനെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. Now also we can see the same countries in Africa. ഇംഗ്ലീഷ് വായിച്ച്. And the sons of Ham, Cush and Mizraim and Phut and Canaan. അപ്പോൾ അവിടെ ഈ 3 ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. We can see these 3 groups. അത് കിങ് ജെയിംസ് വർഷമാണ്. King James. ആണോ? അല്ല, കിങ് ജെയിംസ് വർഷമാണത്. King James. ഓക്കെ. അപ്പം ഇവിടെ 3 അല്ലെങ്കിൽ രണ്ടാമത്തെ ഹാമിന്റെ വംശാവലി നമ്മൾ കാണുന്നു. When we see the generation of the Ham, വായിച്ച് 10:6 വായിച്ച്. And the sons of Ham, Cush and Mizraim and Phut and Canaan. ഖനാൻ. ഇവരെല്ലാം ആഫ്രിക്കൻ വംശങ്ങളായിട്ട് കാണപ്പെടുകയാണ്. these all peoples are African peoples. ഇനി 10:22 വായിച്ചേ. 10:22. ശേമിന്റെ പുത്രന്മാർ ഏലാം, അശ്ശൂർ, അർപ്പഷാദ്. നോക്കണം, മൂന്നാമതായി ഷേമിന്റെ പുത്രന്മാർ വരുന്നുണ്ട്. Thirdly, the sons of Shem. ഏലാമ്യർ. ഏലാമ്യർ ആരാണ്? Elamites. Who are the Elamites? ഇറാനാണ്. The Iranians. അടുത്തത് അശ്ശൂർ. Ashur. അശൂർ ആരാ? Who are they? അസീറിയൻ രാജ്യം ഉളവായത് സിറിയയിൽ നിന്നാണ്. It's the Assyrians start from അപ്പോൾ Syria. സിറിയ ദേശം. The kingdom of Syria. വൈര്. അർപ്പഷാദ്, ലൂദ്, അരാം. ആരാമിന്റെ സന്തതിയാണ് അബ്രഹാമും കൂട്ടരും. The generation of the Haram is അവരെവിടെ Abraham. താമസിച്ചത്? Where Abraham stayed? ഇറാഖിൽ, മെസോപ്പൊത്താമിയ എന്ന് പറഞ്ഞ ഇറാഖിൽ. In Mesopotamia, in Iraq. ഇറാഖിലാണ് അവർ താമസിച്ചത്. They lived in Iraq. അപ്പൊ ഇതെല്ലാം ഇന്നും ആ വംശങ്ങൾ അങ്ങനെ തന്നെ പോവുകയാണ്. All this generation is still there. പിന്നീട് അത് പെരുകി പോവുകയാണ്. After that, they had പക്ഷേ increased. ഈ പെരുകി പോകുമ്പോഴും After they increased, ഈ മനുഷ്യരുടെ എല്ലാം അകത്ത് ദുഷ്ടശക്തിയായ സാത്താന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. in the heart of this man, the Satan spirit is അവർ working. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി തീർന്നു. It's very difficult for them to obey the God. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ ഒരു മാതൃകയുള്ള അല്ലെങ്കിൽ മാതൃകാപരമായി വളർത്തുന്ന കുട്ടികളെ In a house, the peoples are upbringing in the godly പേരൻസ് fear. വളരെ ഡിസിപ്ലിനെ നടത്തത്തുള്ളൂ. They are upbringing them in a very disciplined way. അവരുടെ അപ്പനും അമ്മയൊക്കെ അവരെ വളരെ കരുതലോടുകൂടി ഡിസിപ്ലിൻ വളർത്തും. They are upbringing them with a disciplined way. അങ്ങനെ വളർന്ന ഒരു തലമുറ നമുക്ക് കാണുന്നുണ്ട്. When they grow, എന്നാൽ ഇന്നത്തെ കാലങ്ങളിലും അന്നും In ഒരു these കൂട്ടർ days, അത് ഇഷ്ടപ്പെടുന്നില്ല. some people don't like that. അവർ ബോധിച്ച പോലെ നടക്കണം. They just want to go their way. അത് അന്നും ഇന്നും ആ സ്പിരിറ്റ് കാണുന്നുണ്ട്. This spirit is working there and അങ്ങനെ now. ജാതികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനതകൾ These kind of peoples, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് when they depart from God, കാണുന്നതിനെല്ലാം ആരാധിക്കാൻ തുടങ്ങി. they started worshipping everything. അങ്ങനെയാണ് മിസ്രൈമിലെ ഈ പറഞ്ഞ പോലെ തവളയും നദിയെയും ഏതെങ്കിലും നന്മ കിട്ടുന്നവരെല്ലാം പൂജിക്കാൻ തുടങ്ങി. The Egyptians, they started worshipping the frog, water and everything. അവിടെ ഉണ്ടായ വെട്ടുക്കിളിയുടെ ശല്യം വന്നപ്പോൾ വെട്ടുക്കിളിയുടെ രൂപം ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. When they got the problem from the locust, they worship the locust also. അപ്പോൾ സത്യദൈവത്തെ കുറിച്ച് അവർക്ക് ശരിയായ വെളിപ്പാടില്ല. They don't have the revelation of the true God. എന്നാലും ആ തലമുറകളിൽ Though in those generations, ചിലർക്ക് ദൈവം കൃപ കൊടുക്കുന്നുണ്ട്. God has given grace to some നോഹയ്ക്ക് people. ദൈവം കൃപ കൊടുത്തു. God has given grace to പക്ഷെ Noah. പിന്നെയും പെട്ടെന്ന് ജനങ്ങൾ നശിച്ചു പോകും, അല്ലെങ്കിൽ വേറെ വഴിയിലേക്ക് പോവുകയാണ്. After suddenly the people once again started ഇപ്പോൾ perishing. നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് നോക്കിയാൽ, In today's Christianity, അല്ല പൊതുവെ ക്രിസ്ത്യാനിറ്റി നോക്കിയാൽ, when we look at the Christianity today, എത്രയോ നല്ല രീതിയിൽ ആരംഭിച്ച ക്രിസ്തീയ മാർഗം the Christianity started with a good intention. എന്നാൽ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ After that we can see നോക്കണം, ഇതേ യൂറോപ്പിൽ തന്നെ in the same Europe, ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിക്കാൻ തുടങ്ങി. the peoples are started forsaking Christianity. 1939 മുതൽ 45 വരെയുള്ള രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് During the World War, യൂറോപ്പിൽ അനേക പള്ളികൾ ഉണ്ടായിരുന്നു. many churches were there in Europe. വളരെ ഭക്തിപരമായിട്ട് യൂറോപ്യൻ ജനതകൾ പോയിക്കൊണ്ടേയിരുന്നു. The peoples were living in very pious. പക്ഷെ പിന്നീട് After that, അതിൽ പലരും
ദൈവത്തെ അവിശ്വസിക്കാൻ തുടങ്ങി. Many people started disbelieving God. രണ്ടാം ലോകമയുദ്ധത്തിൽ അനേകർ മരിച്ചു. Many people died in the World War. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. Many people died. സ്റ്റാർവിംഗ്, ഭക്ഷണമില്ല, They don't know food. ദാരിദ്ര്യവും രോഗവും പകർച്ചവ്യാധിയെല്ലാം വന്നപ്പോൾ Poverty and plagues came. എവിടെ ദൈവം? Where is God? ദൈവം എന്താന്ന് ഇവിടെ ചോദിക്കുന്നത്? What is the benefit of ഞങ്ങൾക്ക് ഈ God? ദൈവത്തെ വേണ്ട. We don't want this God. അത് തന്നെയാണ് ഇന്നത്തെ തലമുറ പറയുന്നത്. Today's generation also saying the യോബിന്റെ പുസ്തകം same. 22-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ Job 22nd. ഇവിടെ നിരീശ്വരവാദവും യുക്തിവാദവും അല്ല പ്രശ്നം. Here atheism is not a problem. അവിടെ 22-ൽ വായിക്കുമ്പോൾ 22nd we read, ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണ്ട we don't want this God. എന്നാണ് യോബ് പറയുന്നത്. They are saying like this. നോക്കണം, 22-ന്റെ 17-ാം വാക്യം വായിച്ചേ. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാ, സർവശക്തൻ ദൈവം ഞങ്ങളോട് ഇല്ലാത്തവർ പറയുന്നില്ല. They are not saying that there is no God. മോഡേണിസത്തിൽ ദൈവം ഇല്ലെന്ന് ആരും പറയുന്നില്ല. The modern science also they say there is no അപ്പോൾ God. ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണ്ട. We don't want God. ഞങ്ങൾ ദൈവത്തോട് അടുത്തു കഴിഞ്ഞാൽ If we close to God, ഭക്തിയോട് നടക്കണം, then we have to താഴ്മയോട് live നടക്കണം, godly, humble. സിമ്പിളായിട്ട് നടക്കണം. We have to live here ഇതൊന്നും simply. ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. We don't want these അതുകൊണ്ട് things. ഈ ദൈവം ഞങ്ങൾക്ക് വേണ്ട. We don't want this God. ഇതാണ് ഇന്നും കേൾക്കുന്ന ഒരു ശബ്ദം. This is what today also we are വായിച്ചേ, hearing. വീണ്ടും വായിക്കാം. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാ, സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. നോക്കണം, അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടു പോവുക. സർവശക്തൻ അതിന്റെ 14-ാം വാക്യം വായിച്ചു. 14 കാണാതെ വണ്ണം മേഘങ്ങൾ. ഇംഗ്ലീഷ് വായിച്ചേ. 14 21:14 21:14 21:14. Therefore they say unto God, Depart from us. ഡിപ്പാർട്ട് ഫ്രം അസ്, ഞങ്ങളെ വിട്ടു പോവുക. Depart from us. ദൈവമേ, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. We don't want you God. കർത്താവായ യേശു The Lord Jesus, ഗനേസരത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൽ, ഗനേസരം എന്ന് പറഞ്ഞ സ്ഥലം, Gennesaret went the place. അവിടെ ലഗിയോൻ ബാധിച്ച ഒരു പിശാചിനെ ഒരുവനെ പുറത്താക്കി. He removed a devil. It is ഇത്രയും വലിയ legion. കാര്യം അവിടെ നടത്തപ്പോൾ When this miracle happened there, ജനം സന്തോഷിക്കണ്ടേ? the people has to be enjoyed. ജനം പറയണ്ടേ, They will ദൈവമേ say, ഞങ്ങളെ വിട്ടു പോകരുത്. Oh Lord, do not be പക്ഷേ here. അനധികൃതമായി അവിടെ വളർത്തി വന്ന പന്നി അവർക്ക് നഷ്ടമായി. They lost their pigs കാരണം അത് ദൈവത്തിന്റെ പ്രമാണമല്ല അവിടെ വളർത്തുന്നത്. because growing swine is not the commandment of the അതുകൊണ്ട് അവർ God. പറഞ്ഞു, ഞങ്ങളെ വിട്ടു പോവുക. So you depart from us. നോക്കണം, ഇത് തന്നെയാണ് ഇന്നത്തെ കൾച്ചറും. This is the culture today ഞങ്ങളുടെ also. ആഡംബര ജീവിതം, Our luxurious life, സുഖജീവിതം, our comfortable ഞങ്ങൾ life, ബോധിച്ച പോലെ നടക്കണം. we want to live our own അതുകൊണ്ട് wish. അങ്ങനെ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് മതി. We want that kind of God ഞങ്ങളുടെ മുമ്പിൽ in front of us. ഞങ്ങളുടെ താല്പര്യത്തിനൊത്തവണ്ണം നടത്തുന്ന ഒരു ദൈവം മതി. We need a ഇതാണ് God. ഇന്നത്തെ പുറവിളി. This is what they are saying ആത്മീയ today. ഗോളം എന്ന് പറയുന്നത് പെന്തിക്കോസ് ഗോളത്തിലെ ഒരു തലമുറകൾ ഇത് തന്നെയാണ് The പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. spiritual field also some people are like എന്താണ് അവർ this. പറയുന്നത്? What they are saying, വായിച്ചേ 21:14. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാ, നിന്റെ വഴികളെ അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനാർ, അവനോട് പ്രാർത്ഥിച്ചാൽ എന്തു പ്രയോജനം എന്ന് പറയും. ഈ ചോദ്യം യോബിന്റെ കാലത്തുണ്ടെങ്കിലും even though this question was there the time of Job, 1945 ശേഷം യൂറോപ്പിലും ക്രിസ്തീയ രാജ്യങ്ങളിലെല്ലാം ഇത് വ്യാപിക്കാൻ തുടങ്ങി. after 1945 the same question has spreaded in the European countries. അന്ന് മുതലാണ് ഈ ഭക്തി മനുഷ്യൻ നിന്ന് വിട്ടുപോകാൻ കാരണം. That time the godliness went away from the man. ക്രിസ്തുവിനെ പിൻപറ്റിയാൽ കഷ്ടങ്ങൾ താൻ പര്യായം. If we follow Christ, then there will be losses. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനോട് കഷ്ടം അനുഭവിക്കാൻ വരം ലഭിച്ചിരിക്കുന്നത്. Not only with Christ we have to ആരാണ് ഈ വരം ആഗ്രഹിക്കുന്നത്? ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? Who wants to suffer? അവർ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരാണ്. They have their hope in this എന്നാൽ world. യേശുക്രിസ്തു വന്നത് നമുക്ക് ഈ ലോകത്തിൽ മാത്രമല്ല, വരും കാലങ്ങളിൽ കൂടി ഒരു പ്രത്യാശയുള്ള ജീവിതം തരുന്നതിന് വേണ്ടിയാണ്. Jesus came not for this world, for the eternity. അതിന് നമ്മെ ഉരുവാക്കുന്നതിന് വേണ്ടിയാണ് ഈ കഷ്ടങ്ങൾ കൂടി നടത്തുന്നത്. To prepare us to enter into the eternity, He made us to pass അവന്റെ through suffering. ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപരമാകുന്നതിന് We want to get the divine nature of the God. നമ്മളവൻ പണിതെടുക്കുകയാണ്. God is preparing us, building us. നമുക്കറിയാം, ഒരു ആഭരണം, Like a jewel, സ്വർണത്തിന്റെ ഒരു കട്ടി, a gold bar. അത് ആഭരണമായി മാറ്റണമെങ്കിൽ To make it as a jewel, അത് തീക്കകത്തിടണം. it is to put in the fire. 100 ഡിഗ്രിയിലെ വെള്ളം തിളയ്ക്കും. At 100 degree, the പക്ഷേ water will boil. സ്വർണ്ണവും വെള്ളി ഉരുകണമെങ്കിൽ To melt the gold, 160 മേലെ ഡിഗ്രി പോകണം. we need heatness more than 160 ആരാ degree. സഹിക്കുന്നേ? Who will suffer ഇങ്ങനെ this? കഷ്ടം സഹിക്കേണ്ട ആവശ്യം എന്താ? Why we need to suffer this? ഇതാണ് പലരുടെയും ചോദ്യം. This is the പക്ഷേ question. കൃപ ലഭിച്ചവർക്ക് ഇതൊരു സന്തോഷമാണ്. But for the people who got the grace, it is ആ happy. കൃപയോടുകൂടിയാണ് ദൈവം നമ്മെ നടത്തുന്നത്. God is leading us with that grace. പൗലോസിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങൾ നമുക്കറിയാം. We know the sufferings in the life of എന്നാൽ ആ Paul. കഷ്ടങ്ങളിൽ പൗലോസ് പറയുന്നത്, In the sufferings, what Paul says, ദൈവമേ എനിക്ക് മാറ്റി തരണമെന്ന് പറയുന്നുണ്ട്. he said that remove this പക്ഷേ suffering. യേശു പറയുന്നത്, നിന്റെ കൃപ, എന്റെ കൃപ നിനക്ക് മതി. But Jesus told, my grace is sufficient അത് for you. പൗലോസ് പിന്നീട് വളരെ പ്രശംസയോടെ പറയുകയാണ്. Afterwards, he said very proud, നാം boasting, ഈ ലോകത്തിന്റെ അവസാനം തന്നെയും
In the end of this world, നമ്മുടെ അവസാനവും തന്നെയും until the end of us, ഇനി വരാൻ പോകുന്ന നിത്യതയും കാണുമ്പോൾ even in the eternity, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കഷ്ടങ്ങൾ എത്രയോ അനുഗ്രഹമായി തീർന്നു. then we can understand these sufferings are a big ഇത് blessings. കുട്ടികൾ ഡിഗ്രി എടുക്കണമെങ്കിൽ കഷ്ടപ്പെടണ്ടേ? The people has to work hard to get a degree. IAS കളക്ടറായിട്ട് വരണമെങ്കിൽ അതുപോലെ കഷ്ടപ്പെടണം. To become a collector or IAS, we need to study hard. 8ാം ക്ലാസ് കഴിഞ്ഞ് സലാം പറയുന്നവരുണ്ട്. The people so finish their studies by 8th standard അവരെന്നും also. മണ്ണിൽ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം. They have to work hard in the ഇപ്പൊ കൃഷിക്കാരുണ്ടില്ലേ, കഷ്ടപ്പെട്ടാലും ഒന്നും കൈ കിട്ടാനില്ല. The many people are cultivating and not money, getting money. ഉദ്യോഗസ്ഥന്മാർ കൊയ്യുകയാണ്. The many officers, അവർക്ക് എല്ലാ പദവിയും ബഹുമാനം എല്ലാം ഉണ്ട്. they're getting a lot of profit and position. അപ്പൊ ഇതിന്റെ ഒരു ഭാഗം ശരിയാണ്. One part is correct. നമ്മളും ആത്മീയത്തിൽ കഷ്ടപ്പെട്ടാൽ In the spirituality, if you are ഈ suffering, ലോകത്തിലും വരും കാലത്തിലും അതിന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ in the കഴിയും. future we will get the blessing. ആ വെളിപ്പാടുള്ളതുകൊണ്ടാണ് അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കുന്നത്. The people also have this revelation. ഇത് They submit them. മനസ്സിലാക്കാത്ത ജനം യോബിന്റെ കാലം മുതൽ The people so they didn't understand ഈ that in the time കാലം of വരെ Job, പറയുന്നതാണ്, ഞങ്ങളെ വിട്ടുപോ, ഇങ്ങനൊരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട, we don't want, depart from us. ഞങ്ങളുടെ താല്പര്യങ്ങൾക്കൊത്തോണം തുള്ളുന്നൊരു ദൈവം മതി. We want a God according to our mind. ഇത് ആത്മീയ കുളത്തിൽ പോലും അങ്ങനെയല്ലേ പറയുന്നത്. The people in the spiritual field are saying the same. നല്ല നടത്തിപ്പുകാരെ ഞങ്ങൾക്ക് വേണ്ട, We don't want the good leaders. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പോകുന്ന നടത്തിപ്പല്ലേ ഞങ്ങൾക്ക് ആവശ്യം. We don't want the leadership obeying the spirit of God. സൗലിന്റെ കാലത്തിൽ In the time of Saul, ജനം ആവശ്യപ്പെട്ടതുപോലെ the people asked, ഈ ഭക്തനായ ശമൂലിനെ ഞങ്ങൾക്ക് വേണ്ട, we don't want this godly ഞങ്ങളുടെ മുമ്പിൽ Samuel. തുള്ളാനും അല്ലെങ്കിൽ രഥത്തിൽ കയറിയിരുന്ന് രാജാവായിട്ടിരിക്കാനും അവന് മുമ്പ് ഡാൻസ് കളിക്കാനും കുറവിടാനും കൂവാനും പറ്റിയ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം. We need a king who upon the chariots and would shout. ഇതാണ് ഈ തലമുറയുടെ ശാപം എന്ന് പറയുന്നത്. This is the curse of this generation. കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? After some time, അവരും അവരെ പോലെ ആകുന്നു, they also become themselves. നാശത്തിലേക്ക് പോകുന്നു. They go to the destruction. ഇങ്ങനെയാണ് അബ്രഹാമിന് മുമ്പ് ജനതകൾ പോയിക്കൊണ്ടിരുന്നത്. Before Abraham, this is what happened to the people. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? What God has done. ദൈവം തന്റെ അനുഭവങ്ങൾ നടത്തി മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. God has chosen a man to lead through these experiences. അതാണ് അബ്രഹാം എന്ന് പറയുന്നത്. That is Abraham. നോഹയുടെ കാലത്തിന് ശേഷം After the time of ഈ Noah, വംശങ്ങൾ പിരിഞ്ഞു പോയെങ്കിലും when these generations went away, അതെല്ലാം അവർക്കും ചരിത്രങ്ങളുണ്ട്. they have their own history. ഓരോ കുടുംബത്തിനും ഓരോ കുടുംബയോഗം അല്ലെങ്കിൽ ചരിത്രം ഉള്ളതുപോലെ Every family has a history. ഇവർക്കെല്ലാം ചരിത്രങ്ങളുണ്ട്. These all people has a history. അത് അവരവരുടെ ചരിത്രങ്ങൾ അവരേലുണ്ട്. They have their history in their hand. പക്ഷെ അന്ന് അവരാരും അങ്ങനെ വലിയ ചരിത്രത്തിനൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. They didn't give importance to their history. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കുന്ന ആയതുകൊണ്ടാണ് ദൈവം ഈ ചരിത്രം കൃത്യമായിട്ട് എഴുതി വന്നത്. So just for the plan of the God, God has written this history. അങ്ങനെ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുകയാണ്. God has chosen one person. നോക്കണം, 10-ാം അധ്യായം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ When 10th chapter, മനുഷ്യന്റെ 11th chapter, അഹംഭാവവും അധിക അല്ലെങ്കിൽ അവന്റെയുള്ള അറഗൻസ്, the arrogance in the heart of the man, അഗ്രസീവ് മൈൻഡ്, because of the aggressive mind, ഇത് നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. we can see there. അറഗന്റ് ആൻഡ് അഗ്രസീവ്, Arrogance അഹംഭാവവും നിഗളവും. Pride and arrogance. നോക്കണം. അതിനാൽ എന്ത് പറയുന്നു? What happens there? ദൈവത്തെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാമെന്ന് നോക്കട്ടെ. We can live without God. അത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? What we have to do? 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ The വായിച്ചു. 11th chapter, first verse onwards. ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ഉണ്ടാക്കുക, ആകാശത്തോളം പോകുന്ന ഒരു പട്ടണം ഉണ്ടാക്കുക. Let us make a city higher to the നമുക്ക് sky. എല്ലാവർക്കും ഇവിടെ ഐക്യതയോടെ ജീവിക്കണം. We can live unity here. ഇനി ഒരു വെള്ളപ്പൊക്കം കൊണ്ട് നമ്മൾ നശിപ്പിക്കാൻ തുടങ്ങിയാൽ If the God wants to destroy us with a ഈ flood, വലിയ ഫ്ലാറ്റിൽ കയറി രക്ഷപ്പെടണം. we can escape by climbing this flat. നോക്കണം, ഇത്രയുള്ളവരുടെ ബുദ്ധി. This is their knowledge. ആകാശത്തിന്റെ ഉയരം അവർക്കറിയാം. They don't know the height of the sky. അപ്പൊ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് കാണാൻ They കഴിയുന്നത്. are competing with God. അവർ പണിതു, They built this, വലിയൊരു കെട്ടിടം പണിതു. a big construction they had done. ആദ്യമായിട്ട് സംസ്കാരം ആരംഭിക്കുന്ന അവിടെയാണ്, മെസോപ്പൊത്താമിയയിൽ. In the beginning, the history starts there. അതിന്റെ ആദ്യമായിട്ട് അല്ലെങ്കിൽ നാഗരികത, The civilization ആരംഭിക്കുന്ന അവിടെ starts in Mesopotamia. ഇഷ്ടിക ചുട്ട് They made these bricks. അതുവരെ മൺകട്ടയായിരുന്നു. Until that, there is a mud bricks. എന്നാൽ ഇഷ്ടിക ചുട്ട് പണിതാൽ മേളിൽ പണിയാന്നവർ കണ്ടു. Now they started burn the bricks and started constructing. മെസോപ്പൊത്താമിയർ കണ്ടുപിടുത്തമാണ്. That invention is from അതാണ് Mesopotamia. പിന്നീട് അവിടുന്ന് വന്ന് പലായനം ചെയ്ത് വന്നവരാണ് മോഹൻജദാരോ ഹാരപ്പ പ്രദേശങ്ങളിലെല്ലാം ഈ ഇഷ്ടി കൊണ്ട് പണിത്. The peoples from Mohenjo-daro, Harappa came from അപ്പൊ Mesopotamia. ഇത് ആദ്യമായിട്ട് ഈ മെസോപ്പൊത്താമിയയിലുള്ള ഇറാഖ്, സീനാർ ദേശം എന്ന് പറഞ്ഞാൽ, സീനാർ ദേശം നമ്മൾ വായിച്ച് ഇറാഖിനെ കുറിച്ചാണ്. The Sinai region is from Iraq. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തുടക്കം. It's the start of a big emperor. ആ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ മത്സരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്.
This kingdom starts from rebellion. ദൈവത്തോട് മത്സരിക്കുക. They are rebellious against God. അങ്ങനെ പണിത് വന്ന ആ കെട്ടിടം That tower, ദൈവം എന്ത് ചെയ്തു? what God has done, ഉടച്ചു കളഞ്ഞു. God has broken it. എന്താ കാരണം? Why? ദൈവത്തെ കൂടാതെ എവിടെ പണിതാലും അത് ഇടിച്ചു കളയും. Without God, if they whatever they built, God will കാരണം destroy it. ദൈവമല്ലേ ഇതിന്റെ ആകത്തുക. God is the sum of ഇപ്പൊ everything. നമുക്കറിയാലോ, സോഷ്യലിസം പറയുന്ന ഈ ഗവൺമെന്റ് The government which speaks socialism, ഇടുക്കിയിലെ താമസിക്കുന്ന മനുഷ്യരുടെ കുടിയേറ്റ സ്ഥലങ്ങൾ ഇറക്കി വിടുന്നില്ലേ? they are taking the lands of the Idiki peoples കാരണം ഗവൺമെന്റ് നിയമങ്ങൾക്ക് വിരോധമാണ്. because it is against the law of the government. മൃഗങ്ങളുടെ ഏരിയയിൽ മനുഷ്യൻ കൊണ്ട് വീട് വെക്കുന്നത് തകർത്ത് കളയുന്ന കാലം നമ്മളില്ലേ? They are destructing their houses. ഇതുപോലെ ദൈവത്തിന്റെ ഒരു പദ്ധതിയോടുകൂടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. God has created this world with a ആ plan. ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി. How he has to be. This is the plan of God. വീട് പോയ സാത്താൻ, Like the Lucifer, Satan who fallen, the Lucifer, അവന് ശക്തനാണ്. he also a powerful. പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്. As I heard earlier, ലൂസിഫറിനോട് ഗബ്രിയേൽ ചോദിച്ചു ഒരിക്കൽ കണ്ടപ്പോൾ, ഒരു പഴയ കൂട്ടുകാരല്ലേ, the Gabriel asked Lucifer. വീണുപോയ ആളോട് ചോദിച്ചു. The Gabriel asked Lucifer who is fallen, ലൂസിഫറിനോട് ചോദിച്ചു, നീ സന്തോഷവാനാണോ എന്ന് ചോദിച്ചു. are you happy? അപ്പോൾ പറഞ്ഞില്ല, ഞാൻ ശക്തനാണ്. ഇല്ലെന്നല്ല, ഞാൻ ശക്തനാണ്. No, I am mighty. നോന്നല്ല, ഞാൻ ശക്തനാണ്. I am mighty. അതിന് മറുപടി പറയാനില്ല. അവന് സന്തോഷം പോയി. His happiness ഞാൻ is gone. ശക്തനാണ്. I'm mighty. ഇതാണ് അവന്റെ ആവർത്തിച്ചുള്ളത്. This is his answer. അപ്പോൾ മനുഷ്യനുണ്ടായിരുന്ന സന്തോഷവും ആ ദൈവിക തന്മയത്വവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. The joy and divine nature of the man ഇത് has been തന്നെയാണ് lost. പാപം ചെയ്യുന്ന മനുഷ്യന് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ. Like when we do the sin, this is what happened. അപ്പൊ ഇത് മനസ്സിലാക്കിയ ദൈവം To understand, ഇവരുടെ പദ്ധതിക്ക് വിട്ടുകൊടുത്താൽ if they given to their plan, അവര് നശിക്കും, they will destroy, അടുത്ത തലമുറയും നശിപ്പിക്കും. and the next generation also will destroy. അതുകൊണ്ടാണ് That's why മാക്സിമം ദൈവം നോക്കിയിട്ട് ഇവരെ കൊണ്ട് ശരിയല്ലെന്ന് കണ്ടാൽ ആ തലമുറയെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിക്കുന്നതിന് കാരണം അതാണ്. God sees all these things. If they couldn't be corrected, then they destroy ഇന്നലെ them. നമ്മൾ കേട്ടതുപോലെ As I heard yesterday, 119 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ 119 അതിന്റെ Psalms, 119 വാക്യം 119th words, 119 119. വായിക്കുന്നത് എന്താ? What we read there, ദുഷ്ടന്മാരെ the wicked people, കീടം പോലെ നീക്കിക്കളയും. like a dross, God ദുഷ്ടന്മാരെ കീടം പോലെ നീക്കിക്കളയും. God remove the wicked as dross. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ കീടത്തെ പോലെ നീക്കിക്കളയും. Like the dross, removing them. മറ്റൊരു സ്ഥലത്ത് വായിച്ചു ഇംഗ്ലീഷ്. Thou puttest away all the wicked of the earth like dross. ലൈക്ക് റോസ്, Like കീടം. അപ്പം ദുഷ്ടത നിറഞ്ഞ മനുഷ്യർക്ക് കീടം എന്നുള്ളതാണ് പേര്. The wicked അപ്പൊ അവര് people പിന്നെ is called ഭൂമിയിൽ as dross. ജീവിച്ചിട്ട് കാര്യമില്ല. They don't need to live in this അങ്ങനെ world. ദുഷ്ടത പെരുകിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒന്നാം ലോകമായതും ഉണ്ടായതും രണ്ടാം ലോകമായതും ഉണ്ടായത്. When the wickedness increased, that's why the കാരണം world was മനുഷ്യന്റെ started. ആധുനിക കണ്ടുപിടുത്തങ്ങളെല്ലാം ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായിട്ട് അവർ പ്രയോഗിക്കാൻ തുടങ്ങി. Because they started using the inventions against God. അവസാനം അവർ തമ്മിൽ അടിക്കാൻ തുടങ്ങി. Afterwards, they fight each other and they die. നേരെ പോകേണ്ട മനുഷ്യൻ വളഞ്ഞു പോയപ്പോൾ When the man went out of അവർ the തന്നെ way, നാശത്തിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തകർക്കാൻ തുടങ്ങി. he went into the destruction, കാരണം ആ killing മനുഷ്യനെ others. പിന്നെ ഭൂമിയിൽ അനുവദിച്ചിട്ട് കാര്യമില്ല. There is no need to leave them in this ഇതിന്റെ world. ഓണർഷിപ്പ് ദൈവത്തിനാണ്. The option is with God. ഇതിന്റെ ഓണർഷിപ്പ് The ദൈവത്തിനാണ്. ownership of this world is with God. അപ്പൊ അവിടെ താമസിക്കുന്ന മനുഷ്യർ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. They have to live, obey, and God. നിങ്ങളൊരു വാടകയ്ക്ക് ഒരു വീട് എടുക്കുമ്പോൾ If you take a house for rent, ആ വീട്ടുകാരൻ ഒരു നിയമം പറയും. the house owner will tell some rules. ആ റൂൾസ് അനുസരിക്കുന്നെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറയും. If you follow the rules, you can stay here. ഇതുപോലെ ദൈവത്തിന് വലിയ പദ്ധതി മനുഷ്യന്മേലുണ്ട്. Like God has a big plan over അത് the man. തെറ്റിച്ചപ്പോൾ When they ദൈവം attempted അവിടെ വെച്ച് അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. the God has changed their language there. അപ്പോൾ എന്ത് ചെയ്തു? What happened there? ഒരുത്തൻ പറയുന്നത് മറ്റൊരുത്തൻ മനസ്സിലാകുന്നില്ല. One person speaking, another person couldn't അതുകൊണ്ട് understand. ഇപ്പൊ മലയാളം തന്നെ സംസാരിക്കുന്ന വീടുകളുണ്ടല്ലോ. There are people speaking Malayalam വീടുകളില് in the houses. ഞങ്ങളുടെ വിശ്വാസ വീട്ടിലൊക്കെ മലയാളം സംസാരിക്കുന്നുണ്ട്. In the faith homes also, we speak. തമിഴ്നാട്ടിൽ തമിഴ് സംസാരിക്കുന്നുണ്ട്. The Tamil Nadu, they speak പക്ഷേ Tamil. ചില സന്ദർഭങ്ങളിൽ In some instances, പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല. even we cannot understand the same അപ്പൊ language. അതിൻ്റെതായ പ്രശ്നങ്ങളോട് ഉടലെടുക്കുന്നു. And there are some problems with ഒരേ that. ഭാഷയായിട്ട് പോലും ഭാഷ മനസ്സിലാകുന്നില്ല. Even though it's the same language, we അതിന്റെ can അർത്ഥം understand. മൈൻഡ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നില്ല. Because the mind is not understanding very well. ഇതാണ് പാപത്താൽ ഉണ്ടായ വിഷയം. This is from the sin. ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേര്. And this place is named as Babel. ആദ്യമായിട്ട് ബാബേൽ എന്ന പേര് അവിടെ വന്നു. And this name is started പിന്നീട് ഞാൻ Babel. പറഞ്ഞല്ലോ, ആ ബാബേൽ പണിയാൻ After they construct Babel, പലരും എഴുന്നേറ്റു. many people came up. BC 600 കാലയളവിൽ In BC 600, നെബൂഖദ്നേസർ രാജാവ് ഇത് പണിയാൻ the എഴുന്നേറ്റു. king Nebuchadnezzar started building this. അവരെന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പ്രതാപത്തിനായിട്ട് ഉണ്ടാക്കിയ മഹദിയ ബാബിലോൺ. For my majesty, I have built this Babylon. അപ്പൊ ഈ രാജാവിനോട് ആരായി പറയുന്നത്? Who is telling this to this king? യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ പറയുമ്പോൾ In Isaiah 14th chapter, ഇവിടെ ലൂസിഫർ ആണ് പറയുന്നത്, ഞാൻ സ്വർഗ്ഗത്തിൽ കയറും. Lucifer is saying, I will rise to heaven. വായിച്ച 14-ന്റെ യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്.
14 ആണോ? 14 13 വയറ് വയറ് வானத்துக்கு ஏறுவேன், தேவனுடைய நட்சத்திரங்களுக்கு மேலாக ഞാൻ മാനത്ത് കയറുവേൻ. I will climb to heaven. ഇംഗ്ലീഷ് വായിച്ചേ. 14 13 14:13. For thou hast said in thine heart, I will ascend into I heaven. will I will. ascend in heaven. ഞാൻ സ്വർഗത്തിൽ കയറും. വയറ് ഇല്ലല്ലോ, ഇവിടെ ഇംഗ്ലീഷ് വായിച്ചേ. I will ascend into heaven. Oh. I will exalt my throne above. I will exalt. ഞാൻ സ്വർഗത്തിൽ കയറും. I will exalt my throne above the എന്റെ stars സിംഹാസനം of God. സ്വർഗത്തിൽ വെക്കും. പിന്നെ I will sit also upon the mount of congregation നോക്കണം, ആ നക്ഷത്രങ്ങൾ സമൂഹങ്ങളിന്മേൽ ഞാൻ ഇരുന്നരുളും. പിന്നെ in the sides of the north. ആ I will ascend above the heights of the cloud. ക്ലൗഡ് I will be like മേഘങ്ങൾക്ക് മീതെ കയറും. പിന്നെ the most high. ഞാൻ ദൈവത്തിന് തുല്യനാകും. 5 കാര്യങ്ങൾ. ഐ 5 things says I. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 5 റെപ്രസെന്റേറ്റീവ് ഉണ്ട്. The man represents number 5. പഞ്ചേന്ദ്രിയങ്ങളിൽ Like 5 senses. 5 എന്നുള്ള മനുഷ്യന്റെ നമ്പറാണ്. The 5 is the number of man. 6 ദൂതന്റെ നമ്പർ. 6 is the number of angels. 4 സുവിശേഷം. 4 is about the gospel. 3 ട്രയോൺ ഗോഡ്. 3 is for God. പിന്നീട് 2 ന്യായപ്രമാണം. 2 is for law. 1 ഏകസത്യ ദൈവം. 1 is a true ഇങ്ങനെ God. നമ്പറിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. The numbers has a meaning. അപ്പൊ ഇവിടെ ഞാൻ എന്നുള്ള 5 പ്രാവശ്യമാണ് പറയുന്നത്. He says 5 ഇതാണ് times that പലപ്പോഴും I. മനുഷ്യൻ അറിയാതെ നിഗളിച്ചു പോകുമ്പോൾ This is what happens when the man അതാണ് gets pride. അവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ In Daniel's 4th chapter, ഞാൻ എന്റെ പ്രതാപത്തിനായിട്ടുണ്ടാക്കിയ മഹതിയാം ബാബിലോണല്ലയോ. it is out of my majesty അപ്പൊ I ഇത് built this നമ്മുടെ Babylon. നമ്മളിലൊക്കെ കയറുന്നുണ്ട്. ഞാൻ എന്റെ all കഴിവ്, happens. എന്റെ പ്രാപ്തി അല്ലേ, My effort. എന്നൊക്കെ പറഞ്ഞ് വീടുകളില്ലയോ. ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം After I came to this house, എന്നും പറഞ്ഞ് ഞാൻ കയറുന്നിടത്തെല്ലാം സാത്താനാണ്. wherever this ego comes, there is Lucifer. Satan, the Lucifer. അവിടെയാണ് പ്രശ്നങ്ങൾ. The problem starts. ആ അയ്യെ തകർക്കാൻ വേണ്ടിയാണ് ക്രോസ്. നോക്കണം, കുരിശെന്ന് പറയുന്ന അയ്യെ തകർത്തതാണ്. The cross is to destroy the I. ആ അയ്യെ തകർത്തു. It destroyed the I. ദൈവഹിതം ചെയ്യുമ്പോൾ When we do the will of God, അയ്യ തകർക്കപ്പെട്ടു. that I will be destroyed. യേശുക്രിസ്തു വന്ന് ദൈവത്തിന്റെ ഹിതം ചെയ്തപ്പോൾ When Jesus come and do the will of God, അതാണ് കുരിശിന്റെ അടയാളം. that is a symbol of cross. സ്വയത്തെ തകർക്കുക, Destroying the ego. ഈഗോയെ തകർക്കുക. Destroying the ego. അവിടെയാണ് നമ്മൾ കാണുന്നത്. That's what അപ്പൊ we see. ബാബിലോൺ പണിയാൻ വേണ്ടി വീണ്ടും പണിതു നെബൂഖദ്നേസർ. They tried to construct the Babylon, Nebuchadnezzar. ഇന്ന് തകർന്നു പോയി. Now it's already broken. അതിനുശേഷം After this, സദാം ഹുസൈൻ Saddam Hussein, 90 കാലയളവിൽ 1900, ഏതാണ്ട് 9 ലക്ഷം മാർബിൾ സ്റ്റോൺ with 9 lakhs marble stones, അവിടെ ഇറക്കുമതി ചെയ്ത് ആ ബാഗ്ദാദിന് 40 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാട്ടി കിടക്കുക. is still there. He descended there. എന്തിനാ? For what? ഐ ആം ദി ഞാൻ ആധുനിക ലോകത്തെ നെബൂഖദ്നേസറാണ്. He told that I am a modern എന്റെ കാലത്തിൽ Nebuchadnezzar. ബാബേൽ നഗരം പണിയും. During my period, I will construct the Babel tower. അവനും പോയി. And he also gone. എന്നാൽ വീണ്ടും പണിയും. And they will, എതിർ ക്രിസ്തുവിന്റെ കാലത്തിൽ in the time of Antichrist, ഇപ്പൊ തന്നെ അതിന്റെ അടിസ്ഥാനം പണിതുകൊണ്ടിരിക്കുകയാണ്. now they are doing the foundation ഈ of that. സദാം ഹുസൈൻ ഇറക്കിയിരിക്കുന്ന 9 ലക്ഷം കല്ലുകൾ കൊടുത്ത് ഉപയോഗിച്ച് പണിയും. By using the marble stones, they will construct. ആ പണിയുന്ന നഗരമാണ് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ കാണുന്നത്. That city we can see in the അതായത് 18th chapter of the Revelation. മനുഷ്യനിൽ പിശാച് കയറിയിട്ട് After the Satan entered into the പിശാച് man, പറയുന്നത് ലോകജ്ഞാനം. the wisdom of the world. അത് ലോകജ്ഞാനം മനുഷ്യർ കയറി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. When the wisdom is increasing in the mind of the അത് people, മനുഷ്യൻ ഈ കാലങ്ങളിൽ പണിത് വലിയ നഗരം ഉണ്ടാക്കും. they are building to a big city. ഇപ്പൊ കണ്ടില്ലേ, ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ സോഫിയ എന്നൊക്കെ പറഞ്ഞ് പെണ്ണിന്റെ വേഷം കെട്ടി റോബോട്ടിനെ എഴുന്നള്ളിച്ച് കിടക്കുക. ഇവരൊക്കെ എന്തോ ബോധമാണെന്ന് Now the എനിക്കറിയാം. people is concentrating a robot called Sophia. നീ പറയുന്നല്ലാതെ എന്തെങ്കിലും പ്രത്യേകിച്ച് അവള് പറയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. Whatever she is നീ അവിടെ telling, ഫീഡ് ചെയ്ത് വെക്കുന്നത് ഇങ്ങോട്ട് പറയുന്നു. you feed it and she is saying. വലിയ നേട്ടം പോലെയാണ് ഇതാ. It's like a big invention. അതായത് They are ദൈവത്തെ saying. വെല്ലുവിളിക്കുകയാണ്. They are competing a rebellion ഞങ്ങൾക്ക് against. ഇത് സൃഷ്ടിക്കാൻ കഴിവുണ്ട്. We can also create. കാരണം കുറെ കഴിവുണ്ടല്ലോ. There are some things. ദൈവം പറയുന്നത് എന്റെ സ്വരൂപത്തിന് സദൃശ്യമാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. God says, out of my image I created അപ്പൊ the അവൻ man. ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് നടക്കും. And he can do some of the things. ചില മക്കൾ അപ്പനോട് പറയത്തില്ലയോ, Like some of the sons tell to the father, വലിയ കാര്യങ്ങൾ പറയുമ്പോൾ മകൻ പറഞ്ഞു ഞാനും നിങ്ങളുടെ മകനാന്ന് ഓർത്തോളൂ എന്ന് പറഞ്ഞതാണ്. ഞാനും നിങ്ങളുടെ മകനാണ്. I am also your son, you remember. നിങ്ങളുടെ അഭ്യാസമൊക്കെ എനിക്കറിയാം. I know your things നിങ്ങളുടെ പ്രാപ്തി also. എനിക്കും ഉണ്ട്. I know your ability. അത് ശരിയാ. That is true.
നമ്മളെല്ലാം ദൈവത്തിന്റെ സന്ധിയാണ്, നമുക്ക് പല കഴിവുകളുണ്ട്. We are also generation of the God. We have some പക്ഷേ ആ abilities. കഴിവുകൾ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായി മാറുമ്പോൾ If that ability is against the will of നമ്മുടെ God, നാശം ആരംഭിച്ചതിന്റെ തെളിവാണ് our destruction starts. നിമ്രോദും Nimrod, നെബൂഖദ്നേസർ, Nebuchadnezzar, സദാം ഹുസൈൻ, Saddam Hussein, ഹിറ്റ്ലർ, മുസോളിനി, Hitler, Mussolini, നാസർ, Nazar. എല്ലാം ലോകത്തിന് തെളിവല്ലേ? These are all the proofs. ഇതെല്ലാം അടിച്ചാലും മനസ്സിലാകത്തില്ല. Even though we could not കാരണം വീണ്ടും understand. സാത്താൻ പുതിയ പുതിയ തലമുറ എഴുന്നേൽപ്പിക്കുക. Because Satan is bringing new generations. വീണ്ടും പണിത് ദൈവത്തോട് വെല്ലുവിളിക്കണം. They are building once ഇപ്പൊ again. ദൈവം എന്ത് ചെയ്യാൻ പോകുന്നത്? And what God is going to ശരി, do? പണിതോടാ, Okay, you build. വിട്ടുകൊടുത്തിരിക്കുകയാണ്. God is leaving. അവർ ഇറാഖിൽ പണിയും. They will build in Iraq. വലിയ സങ്കേത ട്രേഡിംഗ് സെന്റർ ഉണ്ടാക്കും. They are going to make a big trading അതുകൊണ്ടാണ് center നമ്മുടെ in Iraq. യൂസഫലിയെല്ലാം ഇപ്പൊ വലിയ മോളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. They are making big malls. കുറെ കഴിയുമ്പോൾ എല്ലാവരുടെയും കച്ചവടം, ബെന്നി ഉൾപ്പെടെ സകല കച്ചവടം നിർത്തേണ്ടി വരും. And എല്ലാം ഈ പറഞ്ഞ വലിയ മാൾ മൂലമായിട്ട് നടത്തിക്കോളും. the people, all goes to the corporate peoples. ക്രെഡിറ്റ് നമ്പർ കൊടുക്കും, They will give some numbers. ചിപ്പ് വെക്കും. They will give some chips. ഈ ചിപ്പ് കാണിച്ചെങ്കിലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. When we show this chip, then only we can buy. ഇതങ്ങനെയല്ലയോ? It's like this today also. ഗൂഗിൾ പേ ഇല്ലേ, Google Pay, ഫോൺ പേ ഇല്ലേ? Phone Pay. നാളെ ഈ ഫോണും വേണ്ട, No need phone also എല്ലാം നിങ്ങളെ tomorrow. തന്നെ നിക്ഷേപിക്കുന്ന കാലം വരും. Everything will be in the palm. പക്ഷെ വാങ്ങിക്കാനും വിൽക്കാനും ചെയ്യണമെങ്കിൽ To buy and sell, ഈ നമ്പറില്ലാതെ പറ്റത്തില്ല. we need this അപ്പൊ അത് palm. പണിതുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. That's what is happening today. അതാണ് ഈ അവസാന കാലത്ത് വരാൻ പോകുന്നത്. This is going to happen in the end of the day. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് To understand all these ദൈവം things, തനിക്ക് വേണ്ടി ഒരു തലമുറ ഉണ്ടാക്കാൻ God is preparing a generation for him. മനുഷ്യനെ തെരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കിട്ടി. God is searching and അവന്റെ find പേരാണ് one person. Abraham. His name is Abraham. 12-ാം വാക്യം, In 12th one, ഉൽപ്പത്തി 12:1. Genesis 12:1. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഋതുഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് വരിക. You have to go to the land where I shew. ഇംഗ്ലീഷ് വായിച്ച്. Now the Lord had said unto Abram, Get thee out of the country, and from thy kindred, and from thy father's house, unto a land that I will shew thee. നോക്കണം, ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് വരിക. Come to the land, I will shew you. അപ്പോസ്തലപ്രവൃത്തി 7:2. അപ്പോൾ എന്താണ് കാണുന്നത്? What we can see there, നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പറയുമ്പോൾ the word of God says, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ടിട്ടില്ല, what God has prepared for whom he loved, ചെവി nobody has seen. കേട്ടിട്ടില്ല, യാതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. Nobody has heard. It is not in the heart of any people. നമുക്കോ ദൈവം അത് ആത്മാവിൽ വെളിപ്പെടുത്തിയതാണ്. God has revealed us through the Spirit. ഇത് മാനുഷിക ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാവുന്നതല്ല. With the human wisdom, we cannot understand this. ദൈവത്തെ കാണിച്ചതാ, Show God, സ്വർഗം കാണിച്ചതൊക്കെ പറഞ്ഞാൽ, show heaven. ഇത് കാണണമെങ്കിൽ അതിന് ആത്മീയ കാഴ്ച കണ്ടു വേണം. You need a spiritual eyes to see that. നിങ്ങൾക്കറിയാലോ, MCH എടുത്തൊരു ഡോക്ടറോട് ചോദിക്കുക, A doctor who take an MCH, ഒരു MBBS കാരനും MCH കാരനും തമ്മിൽ വ്യത്യാസം എന്താ? there's a difference between the MBBS doctor and MCH doctor. ഇത് MBBS കാരനെ ചികിത്സിക്കണമെങ്കിൽ If to treat MBBS doctor to treat, അവനെ രോഗം കണ്ട് ചികിത്സിക്കും. he have to see the disease and treat. പക്ഷേ ഒരു MCH കാരൻ But an MCH doctor, മൈക്രോസ്കോപ്പിൽ കൂടെ through the microscope, രോഗം ഉണ്ടാക്കാവുന്ന അണുക്കളെ കണ്ടുപിടിക്കുന്നതാണ് MCH കാരൻ. he will find out the microbes through the microscope. MS എടുത്തവൻ He take an MS, the doctor who's taken MS, അവനെ സർജറി ചെയ്ത് കളയും. he can do the surgery. പക്ഷെ MCH കാരൻ But MCH doctor, അവന്റെ ആ പാണ്ഡിത്യം അല്ലെങ്കിൽ അവന്റെ ആ നോളജ്, because of his knowledge, അവന് വേണമെങ്കിൽ മൈക്രോസ്കോപ്പ് വേണം. he needs microscope. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി Through the microscope, he sees ആർക്കും കാണാത്ത കാര്യങ്ങള് the whatever nobody has seen. കണ്ടുപിടിച്ചിട്ട് അവൻ പറയും, ഇതിങ്ങനെ പോയാൽ 3 വർഷത്തിനകം അല്ലെങ്കിൽ 5 വർഷത്തിനകം അല്ല 10 വർഷത്തിനകം നിങ്ങൾക്ക് ഇന്ന രോഗം വരും. He will say that you will get this disease in a 3 years time. അപ്പൊ ഇവന് യാതൊരു കുഴപ്പമില്ല. There is no problem. അതാണ് ആ ദീർഘവിഷം എന്ന് പറയുന്നത്. This is called long vision. അപ്പൊ ദൈവം കാണിക്കാതിരിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതികളും മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതല്ല. The plan of God cannot be understood by the wisdom of the man. ദൈവം സൃഷ്ടിച്ച നക്ഷത്ര സമൂഹങ്ങളെ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. The man couldn't find out the stars God created. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം After they invented telescope, ഇന്നുവരെയും until now, മിൽക്കി ഗാലക്സിയുടെ the Milky Galaxy, 10,000-ൽ പോലും ഇവർ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. they are saying that they couldn't completely invent them. ബുദ്ധികേടുകൾ പറഞ്ഞു നടക്കാതെ Without saying anything, നല്ല കാലത്ത് ദൈവത്തെ അന്വേഷിക്കാൻ നോക്കുക. the good times search God. ഇപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു. God has called Abraham. അപ്പോസ്തല പ്രവൃത്തി 7:2 വായിച്ചേ. ചെല്ലുക, ഇംഗ്ലീഷ് വായിച്ചേ. And said unto him, Get thee out of thy country, and from thy kindred, and come into the land which I shall shew thee. Come. വരിക. Here he has come. നീ വരിക. Come. എന്തിനാ? Why?
ദൈവം നമ്മളെ വിളിക്കുകയാണ്. God is calling us. ഇതാണ് ക്രിസ്തു വന്ന് ലോകത്തിൽ വിളിച്ചത്. This is what Christ calling in the world. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, O ye labored heavy laden, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, all of you come unto me. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. I will give you rest. ഞാൻ ഒരുക്കിയ വാസസ്ഥലങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കാം. I will take you to the habitation I ഇത് prepared for you. വിശ്വാസത്താൽ നടക്കേണ്ട ഒരു കാര്യമാണ്. This is to be done with the faith. ചന്ദ്രനിൽ പോകാന്ന് പറയുമ്പോൾ If they say what to moon, ചന്ദ്രനിൽ പോയി കണ്ടിട്ട് വരാന്ന് ആരെങ്കിലും പറയുമോ? nobody will say I will അങ്ങനെയാണ് show. ശാസ്ത്രന്മാർ പറഞ്ഞത്. This is what scientist says. അവിടെ പോകുന്ന റൂട്ട് ഏതാണ്ട് മനസ്സിലാക്കിയിട്ട് പോയതാണോ? They understanding the route അത് before going to the moon. മനസ്സിലാക്കിയ സയന്റിസ്റ്റുകള് മനസ്സിലാക്കിയതിന് ശേഷം ഇവരെ പറഞ്ഞു വിട്ടു. After they understood, they went there. അതൊരു വിശ്വാസമല്ലേ? It is just അപ്പോൾ like a faith. വിശ്വാസമാണ് എല്ലാറ്റിനും. Faith is everywhere. നിങ്ങളൊരു വണ്ടിയെ ഇവിടുന്ന് കുമളിക്കുള്ള വണ്ടി, അല്ല കുമളിയിൽ നിന്ന് കോട്ടയത്തേക്ക് ഒരു വണ്ടിയെ കയറിത്തിരിക്കട്ടെ. If you are getting a bus from here to Kottayam, ഒരാൾ പറയും ഈ വണ്ടിയെ കയറിയാൽ ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മാത്രം മതി. one person says you will get an accident by this അപ്പത്തൊട്ട് bus, തുടങ്ങും. and then we will get a problem in my. വണ്ടിപ്പെരിയാർ ചെല്ലുന്നതൊക്കെയുള്ള സാറേ ബെല്ലടിക്കുന്നു പറഞ്ഞ് താഴെ ഇറങ്ങുന്ന പാർട്ടിയുണ്ട്. By Vantiperiyar, you will get down. കാരണം Reason, ഇതെല്ലാം വിശ്വാസമാണ്. all because of the faith. ഓരോ പദ്ധതികൾ ആരംഭിക്കുന്നതെല്ലാം വിശ്വാസമല്ലേ? The plan starts അപ്പൊ with the faith. കാണുന്നതിനേക്കാൾ പ്രധാനം വിശ്വാസമാണ്. It is more important is faith. നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ സ്കാൻ ചെയ്തിട്ടാണോ കല്യാണം കഴിക്കുന്നത്? Are you scanning the girl before marry? അല്ല നിങ്ങളുടെ അപ്പനെ കയറി അപ്പാന്ന് വിളിക്കുമ്പോൾ When we call your father, അമ്മയോട് പറയാ you are asking your ഞങ്ങൾ mother, രണ്ടുപേരും ക്രോമോസോം ചെക്ക് ചെയ്തിട്ട് മതി എന്ന് പറയാറുണ്ടോ? can I check your chromosomes? ഇല്ലല്ലോ. No. അല്ലെങ്കിൽ DNA പരിശോധിച്ചിട്ടാകുമെന്ന് പറയാറുണ്ടോ? Just tell me by ഇന്നത്തെ തലമുറ പറയും today's generation might say, അപ്പനൊന്ന് വിളിക്കണമെങ്കിൽ ആദ്യം ഞങ്ങൾ DNA ടെസ്റ്റ് ചെയ്യാൻ പറയും. you examine your DNA before I call you father. DNA ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ Even the DNA അല്ലെങ്കിൽ testing doctor, ലാബറട്ടറി the laboratory who tests the ടെക്നീഷ്യൻ DNA, ആ സമയത്ത് വേറെ മൈൻഡിലാണ് എന്ത് ചെയ്യും? if they are in a different mind, what they will do? അവൻ വീട്ടിൽ വന്ന് പെണ്ണുമ്പിളായിട്ട് വഴക്കുണ്ടാക്കി വന്ന സമയമാണെങ്കിൽ It is a time they fight with his wife. ഈ DNA വേറെ ഒന്നായി പോകും. It will be mistaken. പണ്ടങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. That's happened. മൂന്നാല് പേരുടെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ When they examined the blood of the few people, ഒരുത്തിനകത്ത് ലുക്കമിയുടെ സിംറ്റം കാണിച്ചു. one person got a symptom of leukemia. പക്ഷേ അത് കൊടുത്ത അറ്റൻഡർ പോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ But when the attendant gives a result, മാറിപ്പോയി. it is given to another person. നോക്കണം, ലുക്കമിയ ഇല്ലാത്തവൻ ജീവിത കുറെ കാലം ലുക്കമിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് ജീവിച്ചു. The person who didn't get the leukemia thought that he got the leukemia. നോക്കണം, ആ ടെക്നീഷ്യൻ മാറിക്കൊടുത്ത് വേറൊന്നും അറിഞ്ഞോണ്ടല്ല. Because they given the result to another person. നോക്കണം, ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. This is the condition of the അപ്പോൾ man. വിശ്വാസമാണ് എല്ലാറ്റിനും ആധാരം. Faith is the source of everything. വിശ്വാസത്തിന്റെ കണ്ടിന്യൂറ്റിയാണ് അവന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. The continuity of the faith is our deeds. വിശ്വാസം കൂടാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. Without faith we cannot live. ഞാൻ കണ്ടിട്ടേ വിശ്വസിക്കുന്ന തോമാച്ചൻ പറഞ്ഞെങ്കിൽ If Thomajan says, if I see, then only I will believe. അതങ്ങനെ പറഞ്ഞതല്ലേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞപ്പോൾ ആള് ആകെ ഇതായിപ്പോയി. After he saw that, he was completely പിന്നീട് perplexed. താൻ യാത്ര ചെയ്തൊന്നും കണ്ടിട്ടില്ല. After that, he didn't see by വിശ്വാസം, traveling. പക്ഷെ ആ വിശ്വാസം കറക്റ്റ് ആയിരിക്കണം. But faith should be correct. തെറ്റായ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ പോയാൽ If it's a false faith, if അത് it വലിയ goes- അപകടമായതുകൊണ്ടാണ് ക്രിസ്തു തന്നെ ലോകത്തിലേക്ക് വന്നത്. that's why Jesus came into this world. മനുഷ്യനെ കൊണ്ട് ഇത് പ്രചരിപ്പിക്കാൻ പറ്റുകയെന്ന് ആദ്യം മനസ്സിലായതുകൊണ്ടാണ് ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഭൂമിയിൽ ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. That's why God Himself came to the world to അപ്പോൾ show ഈ this, ക്രിസ്തു എന്ന പദ്ധതിയെ നിവർത്തിക്കാൻ, to complete the plan of Christ. ക്രിസ്തു ലോകത്തിൽ വന്ന് മനുഷ്യന്റെ ഉദ്ധാരണത്തിന് വേണ്ടി The Christ came to this world ആ for the ക്രിസ്തു resurrection of the man. ജനിക്കാൻ ഒരു വംശം, ഒരു ജനത ആവശ്യമായിരുന്നു. He needs a generation for that. അവരെ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് God ആവശ്യമായിരുന്നു. has to prepare them. ഒന്നും വേണ്ടല്ലോ, ഒരു കുട്ടി കൺസീവിംഗ് ആയിക്കഴിഞ്ഞാൽ, When a child gets conceived ഗർഭസ്ഥ ശിശു ആകുമ്പോൾ in the womb of the mother, എത്രയോ കെയർ ഡോക്ടർമാർ കൊടുക്കുന്നു. doctors used to give a lot of അവരുടെ care. ഓരോ മാസവും ചെക്ക് ചെയ്ത് ഇന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. Every month they used to check the lady. അങ്ങനെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണമെങ്കിൽ ഇത്രയും സ്ട്രിക്റ്റ് ആണെങ്കിൽ, Just for a baby, this much things are എത്രയോ needed. ഡിസിപ്ലിൻ. How much discipline. അങ്ങനെയെങ്കിൽ ലോകരക്ഷിതാവായ ക്രിസ്തു ഭൂമിയിലേക്ക് വരുവാൻ Then to Savior has to come to this എവിടെങ്കിലും world. ജനിക്കുക എന്നുള്ളതല്ല, You cannot take it from anywhere. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ, ഒരു ജനതയിലേക്ക് യേശു വരണം. A society needed to be prepared for that. അതിനുവേണ്ടിയാണ് ദൈവം ഒരു തലമുറയെ തെരഞ്ഞെടുക്കുന്നത്. That's why God taken a വീണ്ടും generation മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ to bring the man back to ദൈവം God. ജഡത്തിൽ അവതരിക്കുമ്പോൾ When God allows the man, ഭക്തിയുള്ള ഒരു സന്തതി ലോകത്തിൽ കാണണം. then there will be godly people. അതിനാണ് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തത്. That's why God chose Abraham. മാത്രമല്ല, Not only that, അബ്രഹാമിനോട് പറയുന്നു, God told to ഈ Abraham, പാലസ്തീൻ ദേശത്തേക്ക് നിനക്ക് തരും. in the Philistine, പാലസ്തീൻ ദേശം in the Palestine country, ഇപ്പൊ നമുക്കറിയാലോ, ഇവിടെ കേരയിൽ പദ്ധതി, K-Rail scheme, ഇല്ലെങ്കിൽ പുതിയ പദ്ധതികൾ വരുമ്പോൾ, റെയിൽവേ ട്രാക്ക് വരുമ്പോൾ, when a new railway track വേണ്ട comes, നാഷണൽ ഹൈവേ വരുമ്പോൾ, when national highway comes, എത്രയോ നല്ല ബിൽഡിംഗ് ഉടച്ചു കളയുന്നത്. many buildings has been, സർക്കാർ എന്ന് പറയും, what the government will say, ഈ
വികസനത്തിന് വേണ്ടി റോഡ് ഉണ്ടാക്കാൻ For this expansion to make a road, ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം വേണം, we need your land. തരികയെന്ന് പറയാൻ ഒക്കുവോ? We cannot say I cannot give. കൊടുത്തേ ഒക്കത്തുള്ളൂ. We have to give. ഈ ലോകത്തിലെ സർക്കാർ പറയുന്ന നിയമങ്ങളെ അനുസരിച്ച് നിങ്ങൾ പോകുന്നെങ്കിൽ If you are following to the government of this law, of the വലിയ government, മൾട്ടി സ്റ്റോറീസ് ഒക്കെ ഇടിച്ചു കളയുന്നില്ലേ? they are collapsing many buildings. നിങ്ങളുടെ കമ്പോളങ്ങൾ ഇടിച്ചു കളയുന്നില്ലേ? They are collapsing many ഞാൻ buildings. തൃശ്ശൂരിലിരിക്കുമ്പോഴാണ് ഹൈവേ പരിപാടി നടക്കുന്നത്. When I was in Thrissur, the national നമ്മുടെ highway ഒരു started. അച്ചായന്റെ 3 നില കെട്ടിടം ഉൾപ്പെടെ എല്ലാം ഇടിച്ചു കളഞ്ഞു. One of our Achayans 3-story building has been destructed. അപ്പോൾ ചില പദ്ധതികൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ When God taken for some plan, അതെന്താന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. we cannot ask. അപ്പോൾ അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിന് ശേഷം After choosing ദൈവം Abraham, പറഞ്ഞു ഈ മധ്യദേശം അല്ലെങ്കിൽ ലോകത്തിന്റെ മധ്യദേശമായ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം, the place where is the center of the world, ആ സ്ഥലം Israel, നോക്കിയാൽ that place ഭൂലോകത്തിന്റെ സെന്റർ പോയിന്റ് ആണ്. is the center point of the whole world. അങ്ങനെ ഒരു ദേശം അബ്രഹാമിന് കൊടുക്കാൻ കാരണം God has given this land to Abraham. ഇവിടെ നിന്ന് ഈ സന്ദേശം ലോകം മുഴുവൻ പോകണം. This message is to spread to the whole ഭക്തിയുള്ള world from സന്തതി, here. There's a godly people. പ്രമാണം അനുസരിക്കുന്ന ജനത, The people follow law. ദൈവത്തെ ഭയപ്പെടുന്നവർ, They are obeying God. ദൈവത്തെ അനുസരിക്കുന്നവർ, They are fearing the God. അങ്ങനെ ഒരു സമൂഹത്തെ That kind of generation, മുഴുവൻ ലോകത്തിന്റെ മധ്യയെ നിർത്തണം. they want to bring it in the center of the അതിനുവേണ്ടിയാണ് That's why, പ്രമാണമില്ലാതെ without law, സ്വന്തം ഹിതപ്രകാരം അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ച the people who live according to their ആ mind, പ്രദേശം ദൈവം അബ്രഹാമിന് കൊടുത്തു. that land God given to Abraham. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കാ We സാധിക്കുന്നത്? cannot question that. ദൈവം കൊടുത്തെങ്കിൽ ചോദ്യം ചെയ്യാൻ ഒക്കും. Because God has given, we cannot അത് question. അതിന് പോലും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. God has given even the boundaries ഫ്രാത്ത് നദി മുതൽ from the Euphrates river ഇന്ന സ്ഥലം വരെ, until this place, മറ്റേ മരുഭൂമി മുതൽ from the wilderness ഇന്ന സ്ഥലം വരെ until this place. കൃത്യമായിട്ട് അതിന് തിരിച്ചു കൊടുത്ത് അബ്രഹാമിന്റെ സന്ദേശം കൊടുത്തെങ്കിൽ, God has shown all the boundaries. പ്രിയപ്പെട്ടവർ, ഈ കേരളത്തിൽ കിടന്ന് നമ്മള് മുഷ്ടി ഒരു ടിഗ്ര വിളിച്ചോണ്ട് വല്ല കാര്യമുണ്ട്? അതാ If we shout, what will happen in Kerala? ഇസ്രായേൽ നീതി പ്രാപിക്കാൻ പറഞ്ഞാൽ If Israel has to show ഇത് the ദൈവത്തപ്പനെ എഴുതി കൊടുത്തതല്ലേ? this God's plan, നീ ഇവിടെ കിടന്ന് നിന്റെ മുട്ട് പറപ്പിച്ചുകൊണ്ടുള്ള കാര്യമുണ്ടോ? what we can do from here. അത് ആദ്യം മനസ്സിലാക്കുക. That you understand this. ദൈവം എഴുതി കൊടുത്തതിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് കഴിയും? God has written and given to Israel, എന്റെ വസ്തു my എനിക്ക് possession. ഇഷ്ടമുള്ള ഇഷ്ടദാനം കൊടുക്കുന്നു. I given to the people where I like. ഇത് അതുപോലെയല്ല. It's not like ഈ that. മധ്യദേശത്തിൽ ഇരുത്തിക്കൊണ്ട് This center place of the ഒരു world, പുതിയ തലമുറയെ ഉരുവാക്കണം. God want to create a new അവരിൽ കൂടെ generation. ദൈവത്തിന്റെ സത്യങ്ങൾ മനുഷ്യനിലേക്ക് കൊടുക്കണം. Through that place, God has to give His അബ്രഹാമിനെ generation. പറ്റി അത് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. In Genesis it says, നിന്റെ ശേഷം നിന്റെ സന്തതി your generation after you, ദൈവത്തെ ഭയപ്പെടുന്നവരും they will fear the ദൈവിക God. സത്യങ്ങൾ അനുസരിക്കുന്നെന്ന് They will follow the truth of മുഴുവൻ the ലോകത്തെ God. അറിയിക്കാൻ വേണ്ടി അത് ഉൽപ്പത്തി പുസ്തകം എഴുതിയിട്ടുണ്ട്. It is written in the Genesis. അതിനുവേണ്ടിയാണ് അബ്രഹാമിനെ തെരഞ്ഞെടുത്തിട്ട് That's why God chosen ഈ Abraham. പാലസ്തീൻ ദേശം അബ്രഹാമിന്റെ സന്തതികൾ കൊടുത്തിരിക്കുന്നത്. God has given the Palestine to the descendants of the Abraham. അതുകൊണ്ട് That's why മറ്റുള്ളവരെ ഒഴിവാക്കുന്നില്ലല്ലോ. they are not avoiding. അന്ന് ഭൂമി വിശാലമായി കിടക്കുകയല്ലേ? That time the whole world was free. അവർ ആ പർട്ടിക്കുലർ സ്ഥലം ഒഴിച്ച് Remaining this place, ബാക്കി സ്ഥലങ്ങൾ അവർക്ക് ഒക്കുപ്പി ചെയ്യാമല്ലോ. they can occupy the other places. ഇന്നും അറബി ദേശങ്ങൾ Today also Arab countries, ഇസ്രായേലിന് ചുറ്റിക്കിടക്കുകയല്ലേ? they are all round about Israel. പാലസ്തീൻ ദേശത്തിൽ ഈ ഇത് ചത്തു വീഴുന്ന ജനങ്ങളെ The people who are dying in Palestine, അവർ സ്വീകരിച്ചാൽ പോരെ? they could accept them. ഇസ്രായേൽ അഹങ്കാരം കാണിച്ചാൽ, If the Israel is destroying them, മനഃപൂർവ്വം അഹങ്കാരം കാണിച്ചാൽ even though they say the pride, അതിനുള്ള ശിക്ഷ അവർ കിട്ടും. they will get the പക്ഷേ punishment. ദൈവ പദ്ധതി നമ്മൾ മനസ്സിലാക്കിയിരിക്കും. But we have to understand the plan of God. വരും കാലത്തിലും In the future, സഹസ്രാബ്ദ വാഴ്ചയിലും in the millennial reign, ഈ ഭൂമിയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് യെരുശലേമാണ്. the capital city of the world is going to be Jerusalem. അതാണ് എല്ലാ ജനതകളും പറയുന്നത്. And all the nations saying ഇതിലെ same. പറഞ്ഞ പോലെ ഈ അബ്രഹാമിന്റെ സന്തതികൾ As I told yesterday, Abraham's മൂന്ന് descendants, ഗ്രൂപ്പുണ്ട്. 3 ഗ്രൂപ്പ്. there are 3 groups: ജ്യൂസ്, Jews, ക്രിസ്ത്യൻ, Christians, പിന്നീടുണ്ടായ ഇസ്ലാം. and Islam. ഇവര് മൂന്നും അബ്രഹാമിനെയാണല്ലോ പറയുന്നത്. These people, 3 people are saying Abraham. അബ്രഹാമിന്റെ അനുഗ്രഹം Blessings of the Abraham. നോക്കണം, 3 വിധത്തിൽ കൊടുത്തിരിക്കുകയാണ്. God has given to these 3 groups of ഇസ്രായേലിനെ people. കുറിച്ച് പറയുമ്പോൾ For Israels, നീ ഭൂമിയിലെ പൊടി പോലെ ആവുന്നു. you will be like a dust of this world. അതായത് ജനസംഖ്യ നീ വളരെ വർദ്ധിച്ചു വരും എന്നാണ് ഇതിന്റെ അർത്ഥം. You will increase in the population. ഇന്നത് ഇസ്ലാമിക ഇതിൽ അവർ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. And Islamic people, they are saying this. പൊടി പോലാകും. They are making like a dust. എന്നാൽ ഇസ്രായേൽ കൊടുക്കുന്ന വാഗ്ദത്തം, But give the blessing to Israel. അബ്രഹാമിന് പറഞ്ഞ നിന്റെ സന്തതി കടൽക്കരയിലെ മണൽത്തരി പോലെയാകും. Your generation will be sand of the sea. കുറെ കൂടെ ബുദ്ധിയും ട്രാൻസ്പെറന്റ്. It is a little bit more knowledgeable. അതുകൊണ്ടാണ് അവർ ലോകത്തിൽ അനേക സംഭാവനകൾ യഹൂദൻ കൊടുത്തിരിക്കുന്നത്. That's why Jesus given a lot of inventions to the ലോകത്തിലെ world. പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലെ യഹൂദൻ കൂടിയാണ്. The important inventions from Jews. ലോകത്തിലെ വലിയ നേതാക്കന്മാരവരൊക്കെ തന്നെയാണ്. Many leaders are from Jews. ആൽബർട്ട് ഐൻസ്റ്റൈൻ, Albert കാറൽ Einstein, മാർക്സ്, Karl Marx. ഇനി ക്രിസ്തു പോലും ജനിച്ചത് ആ കൂട്ടത്തിലാണ്. Even the Christ is born in there. നിഷേധിക്കാൻ ഒക്കുവോ? We cannot ignore this. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയതാണ് പിശാച് ഇന്ന് പല മനുഷ്യർ കയറി ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. The Satan is making the man to think against the plan of God. പക്ഷെ അവസാനം അത് ഫൈനൽ വരുമ്പോൾ But when it comes to the end, നല്ലൊരു ക്ലൈമാക്സ് വരും. then there will be a good പുറകെ climax. നമുക്ക് ചിന്തിക്കാം.
then we will think later. അപ്പോൾ ഇങ്ങനെ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. When God chose അതാണ് Abraham, 12-ാം അധ്യായത്തിൽ കാണുന്നത്. that we can see in the 12th chapter. പിന്നീട് അബ്രഹാമിൽ കൂടെ 3 സന്തതികൾ നമ്മൾ കാണുന്നു. From Abraham, there are 3 generations. അവിടെ വായിച്ചു വരുമ്പോൾ When we read there, ഹാഗാറിൽ കൂടെ, through Hagar, ഈജിപ്തിലെ ഒരു ദാസിയായ ഹാഗാർ, she is a slave from Egypt. സ്ലേവ് അല്ല, ഒരു എന്താ പറയുക, സെർവൻറ്റ്. She was a servant from Egypt. സ്ലേവ് അല്ല, സാറായുടെ സെർവൻറ്റ്. She is a servant of Sarah. സാറായുടെ സെർവൻ്റ് ആയിട്ട് വന്ന ഹാഗാർ The Hagar who came as a servant to പിന്നീട് Sarah, അബ്രഹാമിന്റെ ഭാര്യയായി മാറി. she became the wife of Abraham. പിന്നീട് ഭാര്യയാണ്, അവിടെ പിന്നെ സെർവൻ്റ് എന്ന് പറയാൻ ഒക്കത്തില്ല. No more servant. She is a wife of ഇനിമേൽ Abraham. അവളെ ദാസി എന്ന് പറയാൻ ഒക്കത്തില്ല. Now she is no more a കല്യാണം servant. കഴിച്ച് കൊച്ചുണ്ടായതിനു ശേഷം പിന്നെ ദാസി എന്ന് പറയാൻ ഒക്കും. After getting a child, how she ചില we can say ഇന്റർകാസ്റ്റ് that മാരേജ് ചെയ്തതിനു ശേഷം some intercaste marriages, ഭാര്യയും പിള്ളേരനുസരിച്ച് ചിലപ്പോൾ ഭർത്താവ് പറയും, നീ എന്റെ ജാതിയല്ലേ എന്ന് പറയും. അതാ നിന്റെ ജാതിയുടെ ഗുണം നീ കാണിക്കുമെന്ന് the പറഞ്ഞു. husband says the wife, എടാ, നിന്റെ "Your കൊച്ചു caste വരെ is like നിന്റെ this. കൊച്ചു വരെ ജനിച്ചിട്ടുണ്ടല്ലോ, Now you got your child. അപ്പൊ നീ അതിനേക്കാൾ മഹാജാതിയായിരിക്കുകയാണ്. സംസ്കാരമില്ലാത്ത ജാതി ഇപ്പൊ നീയാ. You are out of the civilization." അത് ആ കാര്യത്തിൽ അബ്രഹാമിനെ നമ്മൾ അധികം ന്യായീകരിക്കാൻ പോകണ്ട. We cannot justify Abraham in this matter. അബ്രഹാം ഒന്നും ചെയ്യാത്ത അവസ്ഥയായിപ്പോയി. Because Abraham don't have any option. സാറായിക്കും ആഗാറിനും ഇടയിലായിപ്പോയി. He is in between the Sarah and Hagar, പിള്ളേർ ഫുട്ബോൾ അടിക്കുന്ന പോലെ ഇവിടുന്ന് ഗോൾ അങ്ങോട്ട് അടിക്കും, like the football. സാറയുടെ കോർട്ട് ഇങ്ങോട്ട് അടിക്കും. From here to there. പാവം 13 വർഷക്കാലം അബ്രഹാം കിടന്ന് അനുഭവിച്ച കഷ്ടങ്ങളെ 13 years he was in a problem. വിട്ടാനൊക്കുവോ? He cannot speak anything. ദൈവത്തെ കൂടാതെ മനുഷ്യനെ അനുസരിക്കാൻ പോയതിന്റെ കുഴപ്പമാണ്. It is because they obey. പക്ഷെ അങ്ങനെ 3 തലമുറയെ കാണുന്നുണ്ട്. We can see 3 generations. ഒന്ന് ഇസ്മായിലിന്റെ, One is Ismail, അത് അറബികൾ. that is Arabs. പണ്ട് കാട്ടറബികൾ എന്നൊക്കെ പറഞ്ഞില്ലേ, യാതൊരു സംസ്കാരം ഇല്ലാത്ത അറബികൾ എന്നൊക്കെ പറഞ്ഞില്ലേ. The people don't have any civilization. അവരുടെ കുറ്റമാണ്, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. The time is the അതിന് അവരെ age is കുറ്റം like പറഞ്ഞിട്ട് this. കാര്യമുണ്ടോ? We cannot blame them. കാട്ടറബികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. We cannot blame them. Saying എല്ലാവരും that മരുഭൂമി കൂടെ ജീവിക്കുന്ന മനുഷ്യന് എന്ത് സംസ്കാരം ഉണ്ട്? the people who are living in wilderness, what ഇത്രയും civilization they have? സംസ്കാരം കിട്ടിയ ഈ വിദ്യാസമ്പന്നായ കേരളത്തിൽ കിടക്കുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? Today's Kerala people are like this. ഇതിനേക്കാൾ എത്ര ശ്രേഷ്ഠരാ കാട്ടറബികള്. How much more great they are. ദൈവത്തിന് സ്തോത്രം. Praise be to അപ്പൊ ആരെയും God. നമ്മൾ വിമർശിക്കാൻ പോരും. We cannot criticize anyone. നമ്മളെക്കാൾ വലിയവരാണ് മറ്റുള്ളവർ ചിന്ത നമുക്കുണ്ടാകും. Other peoples are higher than us, പ്രത്യേകിച്ച് ബന്ധക്കോസുകാർക്ക്, especially Pentecostal പ്രത്യേകിച്ച് people, DPA-ക്കാർക്ക്. the TPM people. ഞങ്ങളാണ് കൊപ്പത്തെ ആളെന്ന് പറഞ്ഞ് അഹങ്കാരം പറഞ്ഞ് നടക്കരുത്. We should not say that we are the top people. നാളെ നീ ഔട്ടാകും. Tomorrow you will be out. ഈ ഒരു സുവിശേഷകാരക്കാരൻ സുവിശേഷകരെ വിട്ടു പോയി. Yesterday one of the minister went out of this ministry. കാരണം ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്നില്ല. I don't know to say the background. ഒരു ഇത് പറഞ്ഞ നിഷ്കളങ്കനാ, He was an ഒരു innocent person. ബുദ്ധിയില്ലാതെ പോയി. അതാ Without knowledge he just went out. അഹങ്കാരം കാണിച്ചപ്പോൾ ഔട്ടായി. Because of the pride he went out. ഔട്ടായതിനു ശേഷം എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു. After he went out he called me. ശ്രീരാമച്ചാ, ഞാൻ എന്നാ ചെയ്യാനാ, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഞാൻ ഇനി വിശ്വാസിയായിട്ട് ജീവിച്ചോളാം. It happened to me. I will live as a believer in. എനിക്ക് മേസ്തിരിപ്പണി അറിയാം, ഞാൻ പിന്നെ മേസ്തിരിപ്പണി ചെയ്ത് ജീവിച്ചോളാം. I know to build a house and I will never do this. ഇത്രയല്ലേ ഉള്ളൂ. Only this much. ഈ കൃപ നഷ്ടപ്പെട്ടാൽ നമ്മളായിരുന്ന അവസ്ഥ തന്നെ. When you lose your grace, then you will go to the old ഒന്നുമില്ലല്ലോ, stage. ഒന്നാമത്തെ അപ്പോസ്തലനായ പത്രോസിനെ കണ്ടില്ലേ? The first apostle 3 വർഷം Peter, അത്ഭുതം ചെയ്ത് അടയാളം ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി. he does a lot of miracles. ഒന്നാമത്തെ അപ്പോസ്തലനായി. He became the first apostle, പക്ഷേ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി. but he departed from Christ. കർത്താവില്ലാത്തൊരു അനുഭവം വന്നു. There was an experience where there is no God. പിറ്റേ ദിവസം ചീഫ് പാസ്റ്റർ വർക്കേഴ്സ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. And the chief pastor called the workers meeting. ചീഫ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പണ്ട് ഞാനിങ്ങനെ പ്രസംഗിച്ചതിന് മദ്രാസ് വിളിച്ച് പറഞ്ഞു ചെറിയാമ്മ ചീഫ് പാസ്റ്റർക്കെതിരായിട്ട് പ്രസംഗിച്ചത്. You should not mistake it. ഇവിടുത്തെ This നമ്മുടെ man, ചീഫ് chief പാസ്റ്റർ pastor. നമ്മുടെ ബഹുമാനപ്പെട്ട പത്രോസ് അപ്പച്ചൻ. Now I am mentioning chief pastor, the Peter. കർത്താവ് ഉയർത്തുന്നതായിട്ട് പിന്നെ കുറെ കണ്ടില്ല. After resurrection, he couldn't see the God. അവസാനം ഇനി എന്ത് ചെയ്യും? What they can do? ആകെ അറിയാവുന്ന മീൻപിടുത്തമാണ്. Only he knows fishing. പുള്ളി വർക്കേഴ്സ് മീറ്റിംഗ് പാസ്റ്റേഴ്സ് മീറ്റിംഗ് വിളിച്ചു. In the pastors meeting, അപ്പോസ്തലന്മാർ കുറെ പേര് വന്നു. all the apostles came. കുറെ പേരെല്ലാം പേടിച്ചിരിക്കുക. Some people are afraid also. പുള്ളി എഴുന്നേറ്റ് പ്രസംഗിക്കാൻ എഴുന്നേറ്റു. And he started preaching കാരണം ചീഫ് പാസ്റ്റർ അല്ലേ, because he is a chief pastor. ഒന്നാമൻ. He is the first person. അന്നത്തെ പുള്ളിയുടെ അധ്യായം തുറന്നു. And then he opened this. വായിച്ച കുറിവാക്യം എന്താണെന്നറിയാമോ? What is the first words? യേശു പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നതിനാക്കുന്ന അപ്പോയിന്റ്മെന്റ് ചെയ്തു. God has appointed അവനെ him ദൈവരായി to catch the അപ്പോസ്തലനും man. ആക്കി, ഒന്നാമനും ആക്കി. He is apostle and the first person. പുള്ളി കുറിവാക്യം വായിക്കുക, എന്തുവാ? But the first words he read, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. I am going to fishing. ഇത്രയും നാളോ? What we are doing all these days. എന്റെ പൊന്നെ സുവിശേഷകരക്കാരെ ശ്രദ്ധിച്ചോണം. Dear workers, ഈ കൃപ remember പോയി this. കഴിഞ്ഞാൽ When you fallen off this പണ്ട് grace, നീ മീൻകാരനായിരുന്ന മീൻകാരനാകും, ചുമട്ടുകാരനാണ് ചുമട്ടൂരാനും, അലക്കാരനാണ് അലക്കാരനാകും, കൂലിപ്പണിക്കാരനും. അങ്ങനെ whatever the work you had done, you അത് will be doing കൂടുതലൊന്നും the നീ same. പോകാൻ പോകുന്നില്ല. You are not going to same. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കോഴ്സ് പൂർത്തീകരിക്കുന്നവരെ താഴ്മയോടെ വേലക്കാരൻ വിശ്വാസത്തിൽ ജീവിക്കാൻ. Until finishing the course, you to be humble. ഇനി അത്രയാണേലും തിരക്കേടില്ല. This is also not a problem. ഈ കൃപ വിട്ടുപോയ ഒന്നാമത്തെ അപ്പോസ്തലൻ കാണിച്ചെന്താ? What he has shown ആ പോർട്ടില്, in the seaport, port, in the seaport,
തുറമുഖത്തിൽ in the seaport, പടയിൽ കയറി upon the boat, യേശുവാണെന്ന് പറഞ്ഞപ്പോൾ when he പുള്ളി seen Jesus, പടയെന്ന് വരുന്ന കാഴ്ച കണ്ടിട്ട് യേശു പോലും തിരിച്ചു പോയി. Jesus even laughed at him. 50-55 വയസ്സുള്ള പുള്ളിക്കാരനെ A 65 years old man. ഈ കാഴ്ച കണ്ടാണ് യേശു കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചെന്നാണ് നമ്മുടെ പാസ്റ്റർ ദാനിയേൽ ചാൻ പറയുന്നത്, കെ വി ദാനിയേൽ പറഞ്ഞത്. Pastor K.V. Daniel says, by seeing this, he called children. കാരണം കുഞ്ഞുങ്ങൾ നിൽക്കുന്ന പോലെ വസ്ത്രമില്ലല്ലോ, പിന്നെന്താ, Like there is no dress. ജൗളി പോലും ഇല്ലാത്തവനായിട്ടാണ് അപ്പോസ്തലൻ നിൽക്കുന്നത്. They were standing there without any dress. അതുകൊണ്ട് ഈ കൃപയിൽ നിൽക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ചൊക്കെ നിന്നോണം. When you are standing in the grace, you be അഹങ്കാരത്തിൽ careful. ചിലപ്പോൾ വീണ്ടും പഴയ പോലെ ആകും. ഏതാ, ജൗളി ഇല്ലാതെ നിൽക്കേണ്ടി വരും. If you show the pride, then you will be. യോഹന്നാൻ പറഞ്ഞിടുക, കർത്താവ് എടുത്ത് തുണി കൊടുക്കാൻ പറഞ്ഞതാണ്. John says, you wear dress. അപ്പൊ ഈ ബോധം അങ്ങ് പോകും. That understanding you കൃപയിൽ lose. നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പലരും ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. Until you are staying in the grace, you അതുകൊണ്ട് will be like കേൾക്കുന്ന പൊന്നെ പ്രത്യേകിച്ച് സുവിശേഷ വേലക്കാരും ദൈവമക്കൾ ഓർത്തോണം, വളരെ മര്യാദയ്ക്ക് ശാന്തതയോടെ ജീവിച്ചോണം. this. Dear brothers and sisters, you have to അഹങ്കാരം understand. പറഞ്ഞ് നടക്കരുത്. We should not say pride things. പത്രോസിന്റെ അഹങ്കാരം കേട്ടില്ലേ? The pride things of the കർത്താവേ Peter. സകലതും വിട്ടു, I have left everything. ഞങ്ങൾക്ക് എന്ത് കിട്ടും? What we will get? അവിടെ 12 ഗോത്രങ്ങളെ നിങ്ങൾ ന്യായം വിധിക്കാൻ പോവാന്ന് പറഞ്ഞു. You are going to judge 12 tribes. അന്നേരം ഒരു പത്രോസിന്റെ മനസ്സിൽ From that time യെരൂശലേമിൽ onwards, ചെന്ന് ഭരണം പിടിച്ച് യേശു ക്രിസ്തു മുഖ്യമന്ത്രിയാകും, ഞാൻ ഹോം മിനിസ്റ്റർ ആകും, ആഭ്യന്തരം minister. എന്നിട്ട് വേണം ഈ മഹാപുരോഹിതന്മാരെയും ഈ ശാസ്ത്രിമാരെയൊക്കെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ. I will teach these persons, the Pharisees and the high priests. അങ്ങനെയാണ് ഈ അർഹതയില്ലാത്ത താഴ്ന്ന മനുഷ്യരെ പിടിച്ച് കസേരയിൽ ഇരുത്തിയാൽ That's why you put them in the high അവൻ places. ആദ്യം ചെയ്യുന്നത് കൊള്ളാവുന്നവരെയും ബഹുമാനിക്കപ്പെടുന്നവരെയും എല്ലാം തരം അല്ലെങ്കിൽ എങ്ങനെ ഉപദ്രവിക്കുക, അതാണ് അവന്റെ ലക്ഷ്യം. They will put the honorable people അത് to the തലമുറ down. തലമുറയായിട്ടുള്ള സ്പിരിറ്റാണ്. That is spirit. അതാണ് ദാസി യജമാനത്തി ആയാൽ അത് നിമിത്തം, That's why when the mistress becomes ദാസൻ യജമാനായാൽ ഇത് നിമിത്തം. this is what അവൻ happens. ഭരണമല്ല വിഷയം, It's not about നല്ല real. കാര്യങ്ങളല്ല. It's not the good thing. തൻ്റെ ആ വികാരങ്ങളും പ്രതികാരങ്ങളിലും എഴുന്നേറ്റിട്ട് From his emotions, ഉയർന്ന മനുഷ്യരെ the big people, the എങ്ങനെ honorable ഇടിച്ചു people, താഴ്ത്താനുള്ള പണിയാണ് ആദ്യം they നോക്കുന്നത്. will destroy others. അതുകൊണ്ടാണ് ഇവരൊന്നും ഗതി പിടിക്കാത്തത്. That's why they are now ഇപ്പൊ going up. പത്രോസ് കണ്ടില്ലേ, Like the people. സകലതും വിട്ട് ഞങ്ങൾ വന്നു. We left everything. വിട്ടില്ലല്ലോ, I didn't leave. പറഞ്ഞതേ ഉള്ളൂ. He just told. വീണ്ടും വള്ളം പോയി എടുത്തില്ലേ. Again he took the boat. ഇതാണ് പലരുടെ അഹങ്കാരം. This is the pride of many സുവിശേഷ people. വേലക്കാർ അഹങ്കാരം പറയരുത്. Like the workers should not say. വിശ്വാസികൾ സൂക്ഷിച്ചു വേണം. Believers also വളരെ should be ഭയത്തോടെ, cautious. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിച്ച് ജീവിച്ചോണം. You have to be fearful in your captivity period. ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ സാരമില്ല, Once you reach the goal, there is a problem. നമ്മൾ അവൻ്റെ കൂടെ കുതിരപ്പുറത്ത് വരും. We can be upon horses. അപ്പോൾ എല്ലാ ബഹുമതിയും കാണും. Then we'll get all the അവിടെ honor. ചെല്ലണ്ടേ? We have to reach there. ഇല്ലെങ്കിൽ ഇപ്പൊ കടാപ്പുറത്ത് പോയി പിന്നെയും എവിടെ ഇല്ലാതെ നിൽക്കേണ്ടി വരും. Otherwise, we have to go to ആ the sea. ഗതികേട് ആർക്കും വരാതെ സൂക്ഷിച്ചോണം. So have to be very careful. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇപ്പോൾ അബ്രഹാമിനെ തെരഞ്ഞെടുത്തൊരു തലമുറ ഉരുവാക്കേണ്ടി വരിക. Now God has chosen Abraham and made a generation. നോക്കണം, ഒരിക്കൽ അബ്രഹാം ഒരു ദർശനം കണ്ടു. Once Abraham seen a vision. 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ In the 15th chapter and 13th ഒരു verse, യാഗം കഴിച്ചതിൽ ചില മിസ്റ്റേക്ക് ഉണ്ടായെങ്കിലും even though he made some mistakes in the അതൊന്നും വലിയ sacrifice, കാര്യം. it's not a big problem. സംഭവിക്കാൻ പോകുന്ന റീസണിൽ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. The God has just shown something to happen. സ്വയം നീതീകരിക്കാതിരിക്കാൻ Just not to ഒരു justify. ദർശനത്തോടു കൂടി ദൈവത്തിന്റെ ആലോചന അവന് വെളിപ്പെട്ടു. With a vision, God has given a ഞാൻ counsel. പറഞ്ഞത് മനസാക്ഷി കാലത്തിൽ തന്നെ തലമുറ മുന്നോട്ട് പോവുകയാണ്. In the time of dispensation of the യേശു conscience, ക്രിസ്തു ലോകത്തിൽ വരുവാൻ അതിനാവശ്യമായ ഒരു തലമുറ ഉണ്ടാകണം. the God wants a generation ഒരു to come into this വംശപാരമ്പര്യം world. ഉണ്ടാകണം. There should be a അതാണ് generation. ഇതിന്റെ മെയിൻ വിഷയം. This is the main thing. അതിനാണ് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തത്. This is why God chosen Abraham. ഒരുവരിൽ നിന്ന് ഇങ്ങനെ ഒരു ജാതി ദൈവം ഉണ്ടാക്കിയെടുക്കുകയാണ്. From one person, this kind of generation പ്രമാണ comes out. നിയമമുള്ളൊരു ജാതി. You have peoples with the law. ഇപ്പോൾ എന്താ സംഭവിച്ചേ? Now what happened? അബ്രഹാമിന്റെ മയക്കത്തിൽ ഒരു ദർശനം കണ്ടു. Now he has seen a vision. അതിന് തൊട്ട് പിന്നാലെ പറയുന്നു, 13-ാം വാക്യം വായിച്ച് 15-13, നിന്റെ സന്തതി 400 സംവത്സരം വായിച്ചേ. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തിൽ 400 സംവത്സരം പ്രവാസികളായിരിക്കും. ഇംഗ്ലീഷ് വായിച്ച്, റീഡ് ഇൻ ഇംഗ്ലീഷ്. And he said unto Abram, know of a surety that thy seed shall be a stranger in a land that is not theirs, and shall serve them, and they shall afflict them 400 years. 400 years. 400 years. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ തലമുറ Your seed നിന്റേതല്ലാത്ത അന്യദേശത്തിൽ 400 വർഷം അടിമകളെ പോലെ ജീവിക്കേണ്ടി വരും. in the land of strangers, they will stay അപ്പൊ for 400 ഇസ്രായേലിലെ years. ഈജിപ്തിൽ, തൊട്ടടുത്ത ദേശമാണ് ഈജിപ്റ്റ്. In Egypt, ഇത് വേറെ ദേശമൊന്നും അല്ലെന്നേ. ബൈബിളിലുള്ള എല്ലാ ദേശങ്ങളും ഇന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കില്ല. all these nations, countries we can see today പ്രത്യേകിച്ച് also. ഈ ഇസ്രായേൽ ഇപ്പോഴത്തെ ഹമാസ് യുദ്ധം വന്നപ്പോൾ When the Hamas battle came, സകല മനുഷ്യരും ബൈബിളിലുള്ള ആ സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. all the people started studying the places written in the Bible. ഗാസയും എക്രോനും
ലെബനോനും Gaza, Lebanon. പണ്ടേ ബൈബിളിലുണ്ട്. Everything is there in the Bible. അപ്പൊ ഇസ്രായേലിന്റെ അതിർത്തി എന്താണെന്നുള്ള കുറച്ചുകൂടെ മനസ്സിലായി They മനുഷ്യൻ. understood now the boundaries of Israel. അത് അറിയാവുന്നതുകൊണ്ടാണ് സൗദി അറേബ്യ മറ്റൊരു കയറി മുട്ടാത്തത്. That's why Saudi Arabians didn't make ഇത് a ദൈവം അവർക്ക് conflict കൊടുത്ത with Israel. സ്ഥലങ്ങളാണ്. They know പക്ഷെ ഇസ്രായേൽ ചില അതിക്രമം കാണിക്കുമ്പോൾ because of the Israel, അതിനെതിരായിട്ട് മറ്റു രാജ്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. the God will question. അപ്പോൾ ഇവിടെ Here, അബ്രഹാമിന് കൊടുത്ത് 400 വർഷം നിന്റേതല്ലാത്ത ഒരു ദേശത്തിൽ നീ നിന്റെ സന്തതി സേവിക്കും. your seed will live in a country for 400 years. അങ്ങനെ നോക്കണം. അതിന് മുഖാന്തരമായി For this reason, അബ്രഹാമിന്റെ കൊച്ചുമകനായ his grandson ജോസഫിനെ, യാക്കോബിന്റെ മകൻ ജോസഫിനെ മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് അയച്ചു. Joseph went to Egypt. അവിടെ അവൻ കുറച്ച് വർഷം ഗവർണറായിരുന്നു. There he served as a governor. ഈ കെയർ ഓഫിൽ നോക്കണം, ഈ കെയർ ഓഫിൽ In this time, യാക്കോബിനെയും Jacob, ഈ തന്റെ സഹോദരങ്ങളെല്ലാം കൊണ്ട് അവിടെ പാർപ്പിച്ചു. all his brothers went to Egypt. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഗോഷാൻ ദേശത്തിൽ അവനെ താമസിപ്പിച്ചു. They've been in the Goshen valley. രാജകീയ വരവേൽപ്പാണ് ഈ ഇസ്രായേലിന് കിട്ടിയത്. They're given a very big royal welcome ഏകദേശം 30 വർഷത്തോളം. for 30 years. പിന്നീട് After that, ഇവരങ്ങ് പെരുകി, they grown, എണ്ണത്തിൽ പെരുകി, they increased in നല്ല population. ശക്തിയുള്ള മനുഷ്യര്. They became very mighty people. അവരപ്പോൾ അവർക്ക് പേടിയായി. They got afraid. അവർ ഇങ്ങനെ പോയാൽ ഇവര് ദേശം നിറയും. Now they will cover the whole land. അതുകൊണ്ട് ഫറവോൻ, ജോസഫിനെ അറിയാത്തൊരു ഫറവോൻ രാജാവ് വന്നു. So now a new Pharaoh came who didn't know the Joseph. ജോസഫിനെ അറിയാത്തൊരു ഫറവോൻ വന്നപ്പോൾ This Pharaoh came. അവർ ഇവരെ കഠിനപ്പെടുത്താൻ തുടങ്ങി. They make him. They started അപ്പോഴാണ് afflicting അവർ them. കണ്ണു തുറന്ന്, അയ്യോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ദേശത്തിൽ പോകണം, Now we have to go to their own place. അല്ലെങ്കിൽ പോകത്തില്ല. Otherwise they will not go. ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കാൻ ദൈവം അനുവദിക്കാൻ പോവാ. Why God is allowing afflicting അത് Christianity? BJP ഗവൺമെന്റ്, മുസ്ലിം ഗവൺമെന്റ് ഒന്നും അല്ല. It is not about the BJP government or Muslim എനിക്ക് government. പോകണ്ടേ? We have to go. പോണേ എന്ത് ചെയ്യും? പോണെങ്കിൽ എന്ത് ചെയ്യണം? To go, what we do? ഇപ്പോഴത്തെ സുഖവും സന്തോഷവും ഒക്കത്തില്ല. It's not this luxurious അപ്പൊ life. നമ്മളെ ഉപദ്രവിക്കാൻ ചിലരോട് പറയും, ഇവന്മാരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറയും. അതാ ഇവന്റെയൊക്കെ സ്ഥലം ഇവിടെ അല്ല, God will tell to some people to afflict അവനവന്റെ us. ദേശത്തേക്ക് പൊക്കോ, They have to get to the native place. ഖർവാപ്പസ്, Garvapasi. ഖർവാപ്പസ് വീട്ടിലേക്ക് പോകും. You have to go to your own land. ഇപ്പോഴത്തെ ഈ കരാറുണ്ടല്ലോ, എന്താ കരാറാ ഇപ്പൊ മോദിജി കൊണ്ടുവന്ന സിവിൽ കോഡ് എന്താടാ, പത്രമൊന്നും വായിക്കാറില്ലയോ? ഏക സിവിൽ കോഡല്ല, ഇപ്പൊ ജസ്റ്റ് ഇപ്പോൾ പാസ്സാക്കില്ലേ ഒരെണ്ണം, പൗരത്വ ബിൽ. It's a migration bill. അതിന്റെ അർത്ഥം എന്നാ? What is the meaning of that? ഇനി ആർക്കും 2 പൗരത്വം ഇല്ലെന്ന്. There is no two citizenship. ഏതാ നിങ്ങളുടെ പൗരത്വം നിങ്ങൾ ഉറപ്പാക്കണം. You have to confirm which is ഇപ്പൊ your അഭ്യാസം citizenship. കൊണ്ട് ഇവിടെ ജീവിക്കാൻ ഒക്കെ എന്ന് പറഞ്ഞ് ഞാനിതിനെ സ്വാഗതം ചെയ്യുകയാണ്. You cannot live according to your way. ക്രിസ്ത്യാനിയായ നീയും ഞാനും, The Christians, you and me. നിങ്ങളുടെ പൗരത്വം എവിടാ? What is your citizenship? ഫിലിപ്പിയ ലേഖനം In Philippines, 2-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 2:20. കേട്ടോ, മറ്റു മുസ്ലിങ്ങിനെയൊക്കെ ഇവിടെ അവരിവിടെ കിടന്ന് നിങ്ങൾക്ക് പറയട്ടെ, പക്ഷെ നിങ്ങളുടെ പൗരത്വം എവിടാ നിങ്ങൾ ഉറപ്പിക്കണോ? Where is your citizenship? അങ്കുവേലുവേ വൈര് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയർ 2:20. 3:20. ഫിലിപ്പിയർ 3:20 ഇംഗ്ലീഷ് വായിച്ചേ. യുവർ Philippians സിറ്റിസൺ. 3:20. For our conversation is in heaven. Our conversation in heaven. Our conversation is in heaven. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? Then why are you fighting here? തറയിൽ മെത്രാച്ചൻ ഈ ദുഃഖവെള്ളിയാഴ്ച ഇതെടുത്ത് സംസാരിച്ചെന്ന് കേട്ടു. In Good Friday, I have എന്റെ seen. പൊന്നു മെത്രാച്ച, എന്തിനാ ഇതൊക്കെ പറയുന്നേ? Dear Father, why are you speaking all these things? തോമസ് തറയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ, ഞങ്ങളുടെ നാട്ടുകാരനുമാ, I കുട്ടനാട്ടുകാരൻ. like Thomas Tharayil, Father. എന്നെ പോലെ സംസാരിക്കുന്ന ആളാ. He speak like me. കത്തോലിക്കാ സഭയെ വളരെ വിമർശിച്ച് അവരുടെ കുറ്റങ്ങൾ എടുത്തു പറയുന്ന ആളാണ്. He used to criticize the Catholic Church itself കാരണം നന്നാവണമെന്ന് വിചാരിച്ചു. to correct them. അവിടെ മെത്രാജനത്തിന് ഈ കാര്യത്തിൽ പോകാൻ പോകും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലല്ലേ? Our conversation is the heaven. നമുക്ക് ഇവിടപ്പെട്ട് പോകാനുള്ള പണി നോക്കേ. We have to go from this land. പോയില്ലെങ്കിൽ Without, if I not going, ജോസഫിനെ അറിയാത്തൊരു ഫറവോനെ ദൈവം എഴുന്നേൽപ്പിക്കും. God will raise a Pharaoh who do not know the എന്തിനു Joseph. വേണ്ടി? Why? നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി, To afflict you, നിങ്ങളെ കഠിനപ്പെടുത്താൻ വേണ്ടി. to make you sorrow. അപ്പൊ നിങ്ങൾ പറയും, ആമേൻ കർത്താവേ വേഗം വരണമേ. Then you will say, come soon, O Lord. ഇല്ലെങ്കിൽ പറയും, കർത്താവേ എന്റെ കൊച്ചു ജർമ്മനിക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. Oh my Lord, my son is going to Germany. ഇല്ലെങ്കിൽ കല്യാണം 2 വർഷം കഴിഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ട്. We have this marriage fixed for after 2 years. നിശ്ചയിച്ചു. You fix the marriage, നിന്റെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ അവിടെ പോകാൻ റെഡി ആയിക്കോണം. but your citizenship is in the heaven. കേട്ടോ? You have to get ready. അത് ക്രിസ്ത്യാനികൾ ആദ്യം ബോധ്യപ്പെട്ടോണം. Both the അതുകൊണ്ട് ഈ Christians. പൗരത്വ ബില്ല് വളരെ നല്ല കാര്യമാണ്. So this immigration bill is അവനവന്റെ good. പൗരത്വമുള്ള സ്ഥലത്തേക്ക് പോട്ടെ. You have to go to your citizenship. ഇന്ത്യയിൽ പൗരത്വമുള്ളവൻ ഇവിടെ താമസിക്കട്ടെ. The person who has citizenship in India who can stay പാകിസ്ഥാനിൽ here. പൗരത്വമുള്ളവൻ അവിടെ If you have താമസിക്കട്ടെ. citizenship in Pakistan, you can go യേശു back. ക്രിസ്തുവിന്റെ ജനന സമയത്തിൽ, In the time of Jesus യേശു born, ക്രിസ്തു ജനിക്കുന്ന സമയത്തിൽ when the time of Jesus അഗസ്ത്യോസ് born, കൈസർ കൽപ്പനയിട്ടു, the Cyrus has confirmed ഓരോരുത്തരും അവരുടെ
അവരുടെ ദേശങ്ങളിലേക്ക് പോകുക. Everybody has to go to their own land. ഓരോരുത്തരും അവരുടെ ദേശത്തിലേക്ക് പോകുക. Has to go to their own land. അങ്ങനെയാണ് യോസേഫും കൂട്ടരും നാസറത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് പോയത്. That's how Joseph went to the അവരുടെ Nazareth. റേഷൻ കാർഡ് ഒറിജിനൽ അവിടെയാ. Their ration card was there. നമ്മൾ വിചാരിക്കും ഓൺലൈനൊക്കെ അല്ലേ എവിടെ രക്ഷപ്പെടാം. പക്ഷെ ഇല്ല, അവരവർ പൗരത്വം ഉറപ്പിക്കണം കേട്ടോ. You have to confirm your ഹലോ citizenship. നിക്കോ, നമ്മുടെ പൗരത്വം ബില്ല് പാസ്സാകട്ടെ. The bill ഞാൻ has പറഞ്ഞില്ലയോ, passed. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന പ്രശ്നം ഇവിടെ വരും ഇന്ത്യയിൽ. There will be a problem after the അതിന് convention. I കത്തും, already തീ കത്താൻ പോവാ, prophesied. തീ കത്തും. There will be burning. ദൈവയുടെ പ്രവചനമായിട്ട് പറഞ്ഞില്ലേ, The God has given a prophecy. പല സംഭവം ഉണ്ടാകാൻ പോവാ. Many instances are going to happen. ഇതെല്ലാം സംഭവിക്കും. Everything will happen. എനിക്ക് സന്തോഷമാണ്, I'll be happy കാരണം എന്റെ പൗരത്വം ഇവിടെ അല്ലല്ലോ. because my citizenship is in heaven. ഞാനിവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാനും പോകുന്നില്ല. I'm not going to apply here. ഏതാ, ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നില്ല. I'm not going to application എനിക്ക് here. റേഷൻ കാർഡും ഇല്ല, I don't have a ration കാരണം card എന്റെ here. പൗരത്വം സ്വർഗത്തിലാണ്. My citizenship is in heaven. എന്റെ പൗരത്വം സ്വർഗത്തിലാണ്. My conversation is in heaven. അവിടെ നിന്ന് യേശു വരും. From where God will come. നമ്മുടെ പൗരത്വം, ഒരു പാട്ടില്ലേ, ഇത് പാടിക്കേ. നമ്മുടെ പൗരത്വം